രാത്രിയിൽ ആമേ സ്വതന്ത്രം നിന്റെ പരാജയത്തിന്റെ ചരിത്രവുമായി എണ്ണിപ്പറഞ്ഞ പരാജയത്തിന്റെ കണക്കുമായി എണ്ണിപ്പറഞ്ഞ നിന്റെ കണ്ണുനീരുടെ കണക്കുമായി ഈ രാത്രി നീ ദൈവശബ്ദം കേൾക്കുന്നുവെങ്കിൽ നീ അറിയോ നിന്റെ ചരിത്രത്തെ തിരിക്കാൻ കഴിയുന്ന ദൈവശബ്ദത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നീ ആയിരിക്കുന്നത്. വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കും. ഹല്ലേലൂയ. ക്യാച്ച് ചെയ്യാൻ അലർട്ടായിട്ടുള്ള ഹൃദയവുമായിട്ട് എല്ലാവരും ആയിരിക്കാം. കർത്താവ് ധാരാളം മാനിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് ഈ ഭൂമിയിലുണ്ടല്ലോ, നടന്ന് സഞ്ചരിച്ച് സ്വന്തമാക്കിയ സമ്പത്ത് എന്താണെന്നറിയോ? ഇന്ന് എൻ്റെ മുമ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങളുവാ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവം സമ്പാദിച്ചെടുത്ത എൻ്റെ ദൈവത്തിൻ്റെ ഏക സമ്പാദ്യവാ ഇന്നിവിടെ നിന്ന് ആരാധിക്കുന്നത്. നിനക്ക് തോന്നുന്നുണ്ടാവും നീ തോറ്റുകൊണ്ടിരിക്കുകയാന്ന്, പക്ഷെ ദൈവം പറയും ഇല്ല. ഹല്ലേലൂയ. നിനക്കെതിരെ ഒരായുധം പോകണമെങ്കിൽ അവൻ തീരുമാനിക്കണം. ഒരധരം നിനക്കെതിരെ ചലിക്കണമെങ്കിൽ എൻ്റെ ദൈവം തീരുമാനിക്കണം. ഇന്ന് രാത്രി എത്ര പേർ എൻ്റെ ദൈവത്തോട് പറയും, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാ. ഓ, ഞാൻ നിന്നതല്ല, എൻ്റെ കുടുംബത്തെ എൻ്റെ യേശു നിർത്തിയതാ. ഹല്ലേലൂയ. ആമേൻ. ഓ, ഞാൻ നിന്നതല്ല, എന്നെ നിർത്തിയതാ. കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയാ പോയിടാതെ ഒരിക്കൽ കൂടി ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല, യേശു നിർത്തിയതാ. താളടിയാ പോയിടാതെ പ്രസവിച്ചപ്പോൾ മുതലായിരിക്കും, അല്ലേ? നിന്റെ അപ്പനും അമ്മയും നിന്നെ കണ്ടത് അന്ന് മുതലായിരിക്കും. പക്ഷേ നിന്നെ നിന്റെ അപ്പനും അമ്മയും കാണുന്നതിന് മുന്നേ നിന്നെ കണ്ടൊരു ദൈവം നിനക്കുണ്ട്. നീ വിചാരിച്ചോ നിന്റെ ദൈവം കാണുന്നില്ലെന്ന്? അയ്യോ, ദൈവം എന്നെ കാണുന്നില്ലല്ലോ, എൻ്റെ അവസ്ഥകൾ അറിയുന്നില്ലല്ലോ, എൻ്റെ വേദന കാണുന്നില്ലെന്ന് നീ വിചാരിച്ചോ? തെറ്റി. ഹല്ലേലൂയ. ഈ വേദന എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനോ, ഈ വേദന എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനോ? പറയൂ. ഹേ പിശാചേ, ഓ, ഇതിലൂടെ നിനക്ക് എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം സകല മഹത്വവും സ്വർഗത്തിന് കൊടുക്കും. ഞാൻ ഇതിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം സകല മഹത്വവും ഞാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് കൊടുക്കും. ഓ, ഞാൻ ജീവനോടെ ഇരുന്നാൽ എൻ്റെ ദൈവത്തിന്, ഞാൻ മരിച്ചാൽ അതും എൻ്റെ ദൈവത്തിന്. ഓ ഹല്ലേലൂയ. പാടാമോ? അപ്പനമ്മ അറിയും മുന്നേ നിത്യതയിൽ കണ്ടുവെന്നെ, എൻ്റെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിടും. അപ്പനമ്മ അറിയും മുന്നേ നിത്യതയിൽ കണ്ടുവെന്നെ, എന്നെ ഭാവി താതൻ കയ്യിൽ എന്നെ പോറ്റും പുലർത്തിടും. ഹല്ലേലൂയ,
തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു ആദ്യനുമേ. ശക്തിയോടെ ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു ആദ്യനുമേ. ഒരിക്കൽ കൂടി ആദിയില്ല, ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു ആദ്യനുമേ. ഒരിക്കൽ കൂടി ആദിയില്ല, ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ യേശു ആദ്യനുമേ. ഒരിക്കൽ കൂടി ആദിയില്ല, ആദിയില്ല, തെല്ലും ഭീതിയില്ല. ആദ്യനുമേ. ഹല്ലേലൂയ. ആദ്യനുമേ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah. Oh, hallelujah. സ്വന്തം ബന്ധം കൈവിട്ടാലും, സ്വന്തം ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. ഉറപ്പുള്ളവരുണ്ട്. അഭിഷേകം അതു തന്നെ എന്നും എന്റെ മേൽ. ഒരിക്കൽ കൂടി സ്വന്തം ബന്ധം, സ്വന്തം ബന്ധം കൈവിട്ടാലും ജീവൻ തന്ന യേശുവുണ്ട്. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഒരിക്കൽ കൂടി അഭിഷേകം എൻ സമ്പത്താ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. അഭിഷേകം എൻ സമ്പത്താ. അഭിഷേകം എൻ സമ്പത്താണ്. തുല്യം ചൊല്ലാൻ വേറൊന്നുമില്ലേ. ഹല്ലേലൂയ. Oh, hallelujah. Hallelujah. Oh, hallelujah. ഒരിക്കൽ കൂടി ഹല്ലേലൂയ. സാന്നിധ്യം അലയടിച്ചിറങ്ങുകയാണ്. ആലയത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുന്നവരെന്ന് ആരാധിക്കാമോ? കർത്താവിന്റെ വലിയ മഹത്വം ആലയത്തിലേക്ക് ഇറങ്ങുകയാണ്. സർവശക്തൻ, സർവജ്ഞാനി, സൗഖ്യമാകും കൺശക്തിയാൽ നല്ല വൈദ്യൻ ഔഷധമേ മാധുര്യമേ. ഒരിക്കൽ കൂടി സർവശക്തൻ, സർവജ്ഞാനി, സൗഖ്യമാകും കൺശക്തിയാൽ നല്ല വൈദ്യൻ ഔഷധമേ മാധുര്യമേ. യേശു സൗഖ്യമാണ്. അത്ഭുതമേ, ആനന്ദമേ.
സൗഖ്യമാണേ അത്ഭുതമേ ആനന്ദമേ ഹല്ലേലൂയ ഓഹോ ഹല്ലേലൂയ ജീസസ് നെയിം. ആരും കണ്ണുകളെ തുറക്കരുത്. ആലയത്തിനകത്ത് വ്യാപരിക്കുന്ന വൻ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ടായിരുന്നാട്ടെ. ആരും കണ്ണുകളെ തുറക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ ശക്തി ഇന്ന് ഈ ആലയത്തിനകത്തുണ്ട്. സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇറങ്ങി നടക്കും എന്നുറപ്പുള്ളവർ ശബ്ദമുയർത്തി കരമുയർത്തി യേശുവിന് ആരാധന കൊടുക്കാമോ? സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇവിടെ ഇറങ്ങി നടക്കുമെന്ന് ഉറപ്പുള്ളവർ, സ്വർഗത്തിലെ ദൈവം ഇന്ന് ഇവിടെ ഇറങ്ങി നടക്കുമെന്ന് ഉറപ്പുള്ളവർ യേശുവിന് ആരാധന കൊടുത്തേ. എനിക്കൊന്ന് തൊടുമാറ്, എനിക്കൊന്ന് അനുഭവിക്കുമാറ്, എന്റെ ശരീരത്തിൽ അവന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുമാറ് യേശുവിന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ യേശുവിന് ആരാധന കൊടുത്തേ. താങ്ക് യു ലോർഡ്. നന്ദി രാജാവേ, നന്ദി അപ്പ. ഈ ദിവസത്തെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അപ്പ ഞങ്ങൾ കണ്ടതിലും അധികമായ സാന്നിധ്യത്തെ അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. ആ വലിയ മഹത്വം അനുഭവിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കർത്താവേ. ആമേൻ പറയാമോ? ആമേൻ പറയാമോ? അപ്പ ആ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾ റെഡിയാ. കർത്താവേ, ഒരുക്കപ്പെട്ട നിലം പോലെ ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി സർവശക്തൻ്റെ മഹത്വം നമ്മെ തൊടാൻ പോകുകയാണ്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി യോഗങ്ങൾക്ക് മുഖാന്തരമായിരിക്കുന്ന ഈ റിവൈവൽ ഫയർ ടീമിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ കാലഘട്ടത്തിൽ ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തുന്ന പ്രിയ കർത്താവിൻ്റെ അഭിഷിക്തദാസിക്കായി സ്തോത്രം. കർത്താവ് തന്നിൽ കൂടെ ഈ ചെറുപ്രായത്തിൽ ചെയ്ത എല്ലാ ദൈവിക അത്ഭുതങ്ങൾക്കായി, വലിയ ദൈവപ്രവൃത്തികൾക്കായി സ്തോത്രം. ഞാൻ 1-ാം ദിവസം പറയുമായിരുന്നു, ആമേൻ, പല ശക്തന്മാരായ അഭിഷിക്തന്മാരും 50 വർഷം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് നിസാരമായ ഈ ചില വർഷങ്ങൾ കൊണ്ട് പ്രിയ ദൈവദാസി ചെയ്തിരിക്കുന്നത്. ആമേൻ. അതിനെ ഓർത്ത് ഞാൻ വളരെ അഭിമാനിക്കുന്നു. ആമേൻ. എൻ്റെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞത്, എൻ്റെ ഹൃദയം തുറന്നായിരുന്നു. ഞാൻ ഈ സ്റ്റേജിൽ വളരെ അഭിമാനത്തോടെയാണ് ഇന്ന് രാത്രി നിൽക്കുന്നത്. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. ഈ സഭയിൽ വരാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇവിടെ പ്രസംഗിക്കാൻ എനിക്ക് സന്തോഷമാണ്. കാരണം ഇനി വരാൻ പോകുന്ന മൂവ്മെൻറ്റിൽ സംഭവിക്കുന്നത്, ശക്തമായ ചെറുപ്പക്കാർ, പ്രായം കുറഞ്ഞവർ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കും. 15 വയസ്സുള്ളവർ ശുശ്രൂഷിക്കും, 10 വയസ്സുള്ളവർ ശുശ്രൂഷിക്കും, 5 വയസ്സുള്ളവർ പ്രവചിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ആമേൻ പറഞ്ഞു. നിങ്ങളുടെ മക്കൾ പ്രവചിക്കും. പ്രവാചകൻ പഴയ നിയമത്തിൽ പ്രവചിച്ചു വെച്ച അതേ പ്രവചന ശബ്ദം നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കൊച്ചു മക്കളിൽ, നിങ്ങളുടെ തലമുറകളിൽ സംഭവിക്കാൻ പോകുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ഈ ദൈവശബ്ദം കേൾക്കാൻ ഇതിനകത്ത് വന്നിരിക്കുന്ന എല്ലാവരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുമെന്ന്? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മോട് സംസാരിക്കും. ഈ ദൈവസഭയെ ദൈവം എന്തിന് ഈ ഓലത്താന്നിയുടെ പ്രദേശത്ത് കൊണ്ടുവന്നു എന്നും, ആമേൻ, പ്രിയ അഭിഷിക്തദാസിയെ ദൈവം എന്തുകൊണ്ട് ശക്തമായി എഴുന്നേൽപ്പിച്ചു എന്ന്, ആമേൻ, സ്തോത്രം, ലോകം അറിയാൻ സമയമായി വരുന്നതേയുള്ളൂ. നിങ്ങൾ തൻ്റെ മിനിസ്ട്രിയുടെ ഒരു മുഖമല്ലേ കണ്ടിട്ടുള്ളൂ. ദൈവം മറ്റൊരു മുഖത്തെ തുറക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ തൻ്റെ ഇടത്തൊരു ആമേൻ പറഞ്ഞേ. ഞാനത് വിശ്വസിച്ച് പ്രവചിക്കുന്നു. ദൈവം മറ്റൊരു മുഖത്തെ തുറക്കാൻ പോകുകയാണ്. ഈ പട്ടണം കണ്ടിട്ടില്ലാത്ത, ഈ ജില്ല കണ്ടിട്ടില്ലാത്ത, കേരള സംസ്ഥാനം കണ്ടിട്ടില്ലാത്ത തൻ്റെ മറ്റൊരു മുഖം, ശുശ്രൂഷയുടെ മറ്റൊരു മുഖം ദൈവം തുറക്കാൻ പോകുകയാണ്. ഓ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് പുറകിൽ ഞാൻ തൃശ്ശൂരിലൊരു മീറ്റിങ്ങിന് പോയപ്പം ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് ഒരു അഭിഷിക്തനെ കാണാൻ വന്നു. അപ്പം ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം എൻ്റെ വീട് ഇവിടെ, ഞാൻ പറഞ്ഞു ട്രിവാൻഡ്രം എൻ്റെ വീട്. അവൻ ആദ്യം എന്നോട് ചോദിച്ചത് ഗ്രീഷ്മ സിസ്റ്റർ അറിയാമെന്ന. അപ്പം ഞാൻ പറഞ്ഞു അറിയാം.
അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനാണ് ആദ്യമായി, പക്ഷേ പേരെനിക്കറിയാം, നിങ്ങൾക്കറിയായിരിക്കാം, ഞാനാണ് ആദ്യമായി ഗ്രീഷ്യ സിസ്റ്ററെ ഈ തൃശ്ശൂരിൽ കൊണ്ടുവന്നതെന്ന്. അപ്പം ഞാൻ അഭിമാനത്തോട് പറഞ്ഞു, അവൾ എൻ്റെ മോളാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്ക് വളരെ സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു അത്. ഞാൻ ഇന്ന് പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിൽക്കുമ്പം അത്രയും അഭിമാനം, അത്രയും സന്തോഷം എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞതുകൊണ്ട് ഞാനിത് സംസാരിക്കുന്നത്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞ് ദൈവം നമ്മുടെ ഇന്ന് രാത്രി ശക്തമായി സംസാരിക്കും. ഈ അഭിഷിക്ത കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആമേൻ. ഈ സഭയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ എന്തോ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ എന്തോ ഒരു കൂട്ടായ്മയിൽ ഇവിടെ വന്നിരിക്കുന്നതല്ല, ദൈവത്തിന് എന്തോ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുക. ദൈവത്തിനെന്തോ നിങ്ങളിൽ കൂടെ ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന ചെറുതും വലുതുമായ ഓരോ വ്യക്തികളോടും ഞാൻ പറയുന്നു, നിങ്ങളിൽ കൂടെ ദൈവത്തിന് എന്തോ ഈ പട്ടണത്തിനകത്ത്, ഈ രാജ്യത്തിനകത്ത് ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളിൽ കൂടെ ഇന്ത്യക്കകത്ത് ദൈവത്തിന് എന്തോ ശക്തമായതൊന്ന്, ദൈവം കാത്തിരിക്കുന്ന എന്തോ വന്ന് നിങ്ങൾക്കകത്തുകൂടെ ഈ പട്ടണത്തിൽ മാത്രമല്ല ഈ രാജ്യത്തിൽ ദൈവത്തിന് ചെയ്യാനുണ്ടെന്ന് തിരിച്ചറിയുന്നവർ മാത്രം കരമടിച്ച് ഇന്ന് രാത്രി ശക്തിയോടെ യേശുവേ ഹല്ലേലൂയ. ഇന്ന് രാത്രി എനിക്കറിയാം, ഈ രാത്രി പരിശുദ്ധാത്മാവ് വളരെ വ്യത്യസ്തമായി എന്തോ വന്ന് ഈ ദൈവസഭയുടെ അകത്ത് ചെയ്യാൻ പോകുകയാണ്. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ഐ സെൻസ് ഇൻ മൈ സ്പിരിറ്റ്, ഞാൻ എൻ്റെ ആത്മാവിൽ ഇന്ന് രാത്രി അതിനെ സെൻസ് ചെയ്യുന്നു. ഇന്ന് രാത്രി ഒരു തലമുറ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി ഇന്നലെ രാത്രിയുടെ ഒരു ദൈവമഹത്വം ഇറങ്ങി വന്നതുപോലെ ഇന്ന് രാത്രി അസാധാരണമായി എന്തുവെന്ന് ഈ തലമുറയുടെ അകത്ത് ദൈവം കൈമാറാൻ പോകുന്നെന്ന് എന്നോട് പ്രവചിക്കാൻ പറയുന്നു. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങൾ യേശുവിനായി എഴുന്നേൽക്കും. നിങ്ങൾ അസാധാരണമായി പ്രവചിക്കുന്നവരായി തീരും. നിങ്ങൾ അസാധാരണ കാര്യങ്ങളെ ദേശത്തോട് വിളിച്ചു പറയുന്നവരായി തീരും. നിങ്ങൾ അസാധാരണ കാര്യങ്ങളെ ചെയ്യുന്നവരായി തീരും. പ്രകൃത്യാതീതമായ അത്ഭുതങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരായി തീരും. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം. ആര് പറയുന്നു, പാസ്റ്റർ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾ പ്രായമുള്ളവരാണ്. അവൻ ഇന്ന് രാത്രി നിങ്ങൾക്കറിയാമോ, അവൻ മോശയെ ദൈവം വിളിക്കുമ്പോൾ അവൻ്റെ പ്രായം 80 എന്ന് പറഞ്ഞാൽ വിസ അടിച്ചു കിട്ടുന്ന സമയം. 80 വയസ്സിലാണ് ദൈവം അവനെ എഴുന്നേൽപ്പിക്കുന്നത്. അടുത്ത 40 വർഷം 20 ലക്ഷത്തിലധികം വരുന്ന തൻ്റെ ജനത്തെ മരുഭൂമിയുടെ അകത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സ്വർഗത്തിൻ്റെ വാതിൽ തുറന്ന് മന്ന പൊടിച്ച് മരുഭൂമിയിൽ വെള്ളം തുറന്ന് പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത് ഒരു ജനത്തെ നയിപ്പാൻ ദൈവം മോശയെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി പ്രായമോ ലിംഗമോ വർണ്ണമോ ചരിത്രമോ നോക്കാതെ ദൈവം ചിലതിനെ അവന്റെ രാജ്യത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ സമയമായി എന്ന് ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച അതിനകത്ത് ഞാനുണ്ടെന്ന് ആമേൻ പറഞ്ഞു ഈ രീതിയിൽ സ്വീകരിക്കാൻ. ഹല്ലേലൂയ. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള ഒരു അനുഭവമാണ്. സുദീർഘമായ വർഷങ്ങൾക്ക് പുറകിൽ ആഫ്രിക്കയിൽ ശക്തമായി പ്രയോജനപ്പെട്ട ഒരു അഭിഷേകനായിരുന്നു ബെൻസൺ ഇഡാവോസ. ചിലർക്ക് അദ്ദേഹത്തിന്റെ കഥകൾ അറിയാമായിരിക്കും. ബെൻസൺ ഇഡാവോസ, നിങ്ങൾ യൂട്യൂബിലേക്ക് പോയി സെർച്ച് ചെയ്താൽ ആ മനുഷ്യനെ അറിയാം. അദ്ദേഹം മരിച്ചുപോയി. ഒരു കാലഘട്ടത്തിന്റെ അപ്പോസ്തലനായി ദൈവം ശക്തമായി പ്രയോജനപ്പെടുത്തിയ മനുഷ്യൻ. അദ്ദേഹം ഒരു സാധാരണ സ്വത്രം സഭയുടെ പുറകിൽ ഒരിക്കൽ ഒരു ശുശ്രൂഷയിൽ അദ്ദേഹം സ്വത്രം സംബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശുശ്രൂഷയിലെ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ഇതിനകത്ത് ആരും ആമേൻ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ആ മനുഷ്യൻ, ആ ദൂതൻ ആമേൻ പറഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞ പാസ്റ്റർ അടുക്കലേക്ക് ബെൻസൺ ഇഡാവോസ വന്ന് ചോദിച്ചു, ദൈവമനുഷ്യനെ, നിങ്ങൾ പറഞ്ഞത് ഞാൻ വിശ്വസിക്കുന്നു, പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങളൊരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, സ്വത്രം ഞാൻ ഇതുവരെയും ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട്, വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ബെൻസൺ ഇഡാവോസ പറഞ്ഞു, ഞാനത് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു.
ആ മനുഷ്യരുടെ മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു. ആ മോട്ടോർ ബൈക്കും എടുത്തുകൊണ്ട് ആ മനുഷ്യൻ ആ സഭാ ഹാളിൽ നിന്നും ഇറങ്ങി അദ്ദേഹം യാത്ര ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ആ സിറ്റിയുടെ ഓരോ കോണിലേക്കും സഞ്ചരിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ എന്തോ തിരയുകയാണ്, അദ്ദേഹം എന്തോ അന്വേഷിക്കുകയാണ്. അദ്ദേഹം അന്വേഷിക്കുന്നത് എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദീർഘമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ വൈകുന്നേരമായപ്പോൾ ആ മനുഷ്യൻ ഇതാ ഒരു ചെറിയ ഗ്രാമത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ആ ഗ്രാമത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഗ്രാമത്തിൽ അവൻ ദീർഘമായ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു കുടിലിൽ നിന്നും അദ്ദേഹം ഒരു കരച്ചിലിൻ്റെ ശബ്ദം കേട്ടു. അദ്ദേഹം തന്നെ മോട്ടോർ ബൈക്ക് അവിടെ അവൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ ചാരി വെച്ചിട്ട് ആ മനുഷ്യൻ ആ കുടിലിൻ്റെ അകത്തേക്ക് കയറി. അദ്ദേഹം കണ്ട കാഴ്ച സ്വത്രം ഒരു സഹോദരി തൻ്റെ മകനെ മടിയിൽ വെച്ചുകൊണ്ട് കരയുകയാണ്. അവൾ കരയുന്നത് ഇങ്ങനെയാണ്, അവൻ എൻ്റെ കുഞ്ഞു മരിച്ചു, എൻ്റെ കുഞ്ഞു മരിച്ചു, എൻ്റെ കുഞ്ഞു മരിച്ചു. ആദ്യമായി ഒരു ശവത്തെ കണ്ടിട്ട് ബെൻസിന ഹോസയ്ക്ക് സന്തോഷം തോന്നി. നിങ്ങൾ ശവം കണ്ടാൽ കൂടെ കരയുന്നവരായിരിക്കുക. സ്വത്രം എനിക്ക് കരച്ചിൽ കണ്ടാൽ കൂടെ കരയാനുള്ള ടെൻഡൻസി ഉണ്ട്. ശവം കണ്ടാൽ കൂടെ കരയുന്നവരായിരിക്കും നിങ്ങളിൽ പലരും. എന്നാൽ ജീവിതത്തിൽ ആദ്യമായി ആ മനുഷ്യന് ഒരു ശവം കണ്ടിട്ട് സ്വത്രം കരയാൻ തോന്നിയില്ല. അവൻ്റെ ഹൃദയത്തിൽ സന്തോഷം തോന്നി. അദ്ദേഹം വിശ്വസിച്ചു, അവൻ എനിക്ക് മരിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. എൻ്റെ അകത്ത് യേശു ഉള്ളത് കൊണ്ട്, എൻ്റെ അകത്ത് അഭിഷേകം ഉള്ളത് കൊണ്ട് എനിക്ക് മരിച്ചവൻ എഴുന്നേൽപ്പിക്കാൻ കഴിയും. ആ മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ അടുക്കൽ പോയി അവന്റെ തലയിൽ കൈവച്ചു. ആ മനുഷ്യൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. ഒന്നും സംഭവിച്ചില്ല. 15 മിനിറ്റ് കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, 30 മിനിറ്റ് കഴിഞ്ഞു. ആ മനുഷ്യന്റെ വിശ്വാസം കുറഞ്ഞില്ല. ഓരോ മിനിറ്റ് കഴിയുന്തോറും അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ആ കുഞ്ഞിനെ തൻ്റെ കയ്യിലേക്ക് എടുത്തു, തൻ്റെ മാർവോട് ചേർത്ത് നിർത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അകത്ത് യേശു ഉള്ളത് കൊണ്ട് എനിക്ക് മരിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ കഴിയും. യേശുവിൻ്റെ നാമത്തിൽ come back to life. ജീവിതത്തിലേക്ക് തിരിച്ചു വരിക. ചരിത്രം പറയുന്നു, പെട്ടെന്ന് ആ കുഞ്ഞ് ചലിക്കാൻ തുടങ്ങി. ആ കുഞ്ഞ് ആ മനുഷ്യന്റെ കയ്യിൽ കരയാൻ തുടങ്ങി. കുഞ്ഞിനെ അമ്മയ്ക്ക് തിരികെ കൊടുത്തിട്ട് തിരികെ പോയി. അദ്ദേഹത്തിന്റെ ലൈഫ് ടൈമിൽ 100 കണക്കിന് മരിച്ചവരെ ആ മനുഷ്യൻ എഴുന്നേൽപ്പിച്ചു. 100 കണക്കിന് മരിച്ചവരെ ആ മനുഷ്യൻ എഴുന്നേൽപ്പിച്ചു. 100 കണക്കിന് മരിച്ചവരെ ആ മനുഷ്യൻ എഴുന്നേൽപ്പിച്ചു. ഇന്ന് രാത്രി ഒരു ബെൻസണിയുടെ ഓസയ്ക്ക് അത് സാധിച്ചെങ്കിൽ നിനക്കും അത് കഴിയുമെന്ന് പ്രവചിക്കാനാണ് ഇന്ന് രാത്രി ദൈവം എന്നെ ഇവിടെ അയച്ചത്. ഒരു ബെൻസണിയുടെ ഓസയ്ക്ക് അത് കഴിയുമായിരുന്നെങ്കിൽ, ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ആ അഭിഷേകമായി ചലിക്കുന്ന ഒരു തലമുറയുടെ മേൽ ഇന്ന് രാത്രി മരിച്ചവനെ ജീവിപ്പിക്കുന്ന ആ അഭിഷേകം ഈ രാത്രി ചലിച്ചു തുടങ്ങുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അത് എന്റെ അകത്ത് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ മാത്രം ഇന്ന് രാത്രി ചില സെക്കൻഡുകൾ എല്ലാം മറന്ന് അധരം തുറന്ന് കമോൺ ശക്തിയോടത് പ്രാർത്ഥിച്ചോ, ശക്തിയോട് അതിനെ പ്രാർത്ഥിച്ച് സ്വീകരിച്ചോ, ശക്തിയോടത് സ്വീകരിച്ചോ, ശക്തിയോടത് സ്വീകരിച്ചോ. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ എഴുന്നേറ്റ് പോകുമ്പോൾ ചിലതിൻ്റെ അകത്ത് അഭിഷേകം വീണിരിക്കും. അത്ഭുതങ്ങൾ ചെയ്യാൻ, വീരപ്രവൃത്തികൾ ചെയ്യാൻ, ക്രിയേറ്റീവായ മിറക്കുകൾ ചെയ്യാൻ, പ്രകൃത്യാധീനമായ സൂപ്പർ നാച്ചുറൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ഇന്ന് രാത്രി ഈ ദൈവസഭയുടെ ഉള്ളിൽ നിന്ന് ദൈവം ഒരു തലമുറയെ ഈ രാത്രി എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ Come on, 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 come on. ആരുടെ മേലേക്ക് അത് വീഴുന്നു രാത്രി? ആരുടെ മേലേക്ക് ആ തീ ഇന്ന് രാത്രി വീഴുന്നു? അഭിഷേകം ഇന്ന് രാത്രി വീഴുന്നു. Come on, സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചോ. നിന്റെ കൈ അത്ഭുതങ്ങൾ ചെയ്യുന്ന കൈയായി മാറും. നിന്റെ കണ്ണുകൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന കണ്ണുകളായി മാറും. നിന്റെ യാത്രകൾ ഇനി അത്ഭുതങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രകളാകും. യെസ്, നിന്റെ കൈകൾ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന കരങ്ങളാകും. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം ഇന്ന് രാത്രി ദൂതനെ സ്വീകരിച്ചാമേ പറ. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നു. ഇന്ന് രാത്രി കാണാൻ വേണ്ടി ഇരിക്കല്ലേ. ഈ രാത്രി വിശ്വസിക്കുക, വിശ്വസിക്കുക, വിശ്വസിക്കുക. ഈ തലമുറയിൽ അത് സംഭവിക്കും. ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ അത് ചെയ്യും. ഈ തലമുറയിലെ കൗമാരക്കാരത് ചെയ്യും. ഈ തലമുറയിലെ യൗവനക്കാരത് ചെയ്യും. We give you glory.
എല്ലാ കണ്ണുകളും ഒരു നിമിഷം വന്നാണ്. We give you glory. We give you glory. Yes, Lord. ഒരു വലിയ ആത്മസാന്നിധ്യം ഇന്ന് രാത്രി ഹാളിൽ നിറഞ്ഞിരിക്കുന്നു. അതിനകത്തോട്ട് കയറി നിന്നാട്ടെ. ആത്മസാന്നിധ്യത്തിനകത്തോട്ട് കയറി നിന്നാട്ടെ. നിനക്കൊരു രോഗസൗഖ്യമാണ് ആവശ്യം ഇന്ന് രാത്രി. നീ ഇതിനകത്തോട്ട് കയറുമ്പോൾ അത് നീ ചോദിക്കാൻ നിന്റെ അകത്ത് നടക്കും. നിനക്കൊരു അത്ഭുതമാണ് ഇന്ന് രാത്രി ആവശ്യം. നീ ഇതിനകത്തോട്ട് കയറുമ്പം നീ ചോദിക്കാതെ നിന്റെ ഭവനത്തിനകത്ത് നടക്കും. ഈ സെക്കൻഡ് മുതൽ അത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം കണ്ണുകളെ അടച്ച് അധരങ്ങളെ തുറന്ന് ചില സെക്കൻഡുകൾ ദൈവ ശബ്ദത്തെ കേൾക്കാൻ കൊതിയോടെ ദൈവത്തോട് സംസാരിച്ചാട്ടെ. എന്നോട് സംസാരിക്കണമേ എന്ന് പറ. ഇന്ന് രാത്രി എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ എന്ന് പറ. എൻ്റെ ഹൃദയത്തോട് സംസാരിക്കണമേ എന്ന് പറ. ജീസസ്. ആമേൻ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒരാൾക്ക് ഒന്ന് വായിക്കാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി റോമാലേഖനം 8-ാം അധ്യായം 9-ാം വാക്യം ഒരാൾക്ക് ഒന്ന് വായിക്കാം. യെസ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറഞ്ഞ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവൻ ഉള്ളവനല്ല. ഒരു വാക്യം കൂടെ നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് വായിക്കുന്നു. സ്വതന്ത്രം. റോമാലേഖനം 8 അതിൻ്റെ 19. യെസ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കാൻ പോകുന്ന ദൈവശബ്ദം നിങ്ങൾ ഒരു പ്രതീക്ഷയാണ്. ഒരാമേൻ പറഞ്ഞേ. നിങ്ങൾ ഒരു പ്രതീക്ഷയാണ്. ആ കൈ ഉയർത്തി പറ. ഞാനൊരു പ്രതീക്ഷയാണ്. അടുത്ത ഒരു തലമുറയ്ക്ക്, ഇനി വരുന്ന ഒരു ജനറേഷന്, നിങ്ങളിപ്പോൾ നിൽക്കുന്ന പട്ടണത്തിന്, നിങ്ങളുടെ രാജ്യത്തിന്, നിങ്ങളുടെ അയൽക്കാർക്ക്, നിങ്ങളുടെ ഭവനത്തിലെ മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഒരു പ്രതീക്ഷയാണ്. ഒരാമേൻ പറഞ്ഞേ. ആരോ പറയുന്നു, പാസ്റ്റർ ഞങ്ങളെ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഈ രാത്രി ഇവിടെ ഇരിക്കുന്നേ, ഞങ്ങളെ ഹോപ്പില്ലാതെ യാതൊരു സാധ്യതയും ഇല്ലാതെ ഇന്ന് രാത്രി ഇരിക്കുന്നേ. നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ ഇന്ന് വരെയുള്ള ആമേശ്വത്രം ഒരു ഹിസ്റ്ററിയും എനിക്കറിയില്ല. പക്ഷേ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു പ്രതീക്ഷയാണ്. ഒരാമേൻ പറഞ്ഞേ. നിങ്ങൾ ഒരു പ്രതീക്ഷയാണ്. 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സ്വത്രം. ഇന്ന് രാത്രി ഞാൻ ഈ ദൈവശബ്ദം ഇവിടെ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഈ ദൈവസഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന വെളിപ്പാടനുസരിച്ച് നിങ്ങൾ ദൈവപുത്രന്മാരാണ് എന്നുള്ള വെളിപ്പാട് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് എന്നെനിക്കറിയാം. സ്വത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി അതിൻ്റെ വിശദീകരണത്തിലേക്കല്ല ഞാൻ ഇന്ന് രാത്രി പോകുന്നത്. പക്ഷേ ഈ രാത്രി ദൈവശബ്ദം നമ്മുടെ അടുക്കൽ വരുന്നു. സൃഷ്ടി നിങ്ങൾ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. ഇനി നിങ്ങൾ അറിയുന്ന 1-2 വാക്യങ്ങളോട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം തിരുവെഴുത്തുകൾ പറയുന്നു, ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അർത്ഥാൽ ഇവിടെ വചനം പറയുന്നു, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സൃഷ്ടി നിങ്ങളുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു.
നിങ്ങളുടെ വെളിപ്പാടിനെ എന്ന് ആമൻ മലയാളത്തിൽ പറയുമ്പം നിങ്ങൾ പറയുന്ന വെളിപ്പാട് നല്ല ഉദ്ദേശിക്കുന്നത് ആമൻ അതിന് ഇംഗ്ലീഷ് വായിച്ച കുറച്ചുകൂടി ഡീപ്നെസ് മനസ്സിലാകും. The creations are eagerly waiting for the sons of God to be manifested. സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരേണ്ടതിന് കാത്തിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞ് സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരേണ്ടതിന്. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്കകത്തുള്ള ദൈവപുത്രന്മാർ വെളിപ്പെട്ട് വരാൻ സൃഷ്ടി ഈഗർലി വെയിറ്റിംഗ്. അവർ ആകാംക്ഷയോടെ നിങ്ങൾക്കകത്ത് വ്യാപരിക്കുന്ന ദൈവപുത്രൻ എന്ന വെളിപ്പാട് നിങ്ങളിൽ കൂടെ എന്ന് വെളിപ്പെടുമെന്ന് ഈ സൃഷ്ടി ആകാംക്ഷയോടെ the creations are waiting. ഈ സൃഷ്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സൃഷ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളാണ് ദൈവമക്കളെ, നിങ്ങളാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നിങ്ങൾ ദൈവമക്കളായി തന്നെ വെളിപ്പെടാൻ, നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരായി തന്നെ വെളിപ്പെടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ ആശയം മനസ്സിലാകുന്നെന്ന് എനിക്കറിയില്ല. മുമ്പോട്ട് പോകും തോറും ഇതെന്തുകൊണ്ട് പൗലോസ് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കൽ കൂടെ അടുത്തിരിക്കുന്ന ഷേക്കൻ്റെ പറഞ്ഞ് സൃഷ്ടി നമ്മൾ വെളിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന പറഞ്ഞു. കമാൺ ഷേക്കൻ്റെ അടുത്ത് സൃഷ്ടി നമ്മൾ വെളിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ അകത്തുള്ള പുത്രത്വം വെളിപ്പെട്ടു വരാൻ വേണ്ടി, നീ ഒരു പുത്രനായി തന്നെ വെളിപ്പെടാൻ വേണ്ടി, നിങ്ങൾക്കറിയാം നിങ്ങൾ ദൈവപുത്രനാണെന്ന്, എന്നാൽ ദൈവപുത്രന്മാരായി വെളിപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിങ്ങൾ ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ വേണ്ടി സൃഷ്ടി ഈഗർലി ആകാംക്ഷയോടെ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഒരാമേൻ പറഞ്ഞ് റോമാലേഖനത്തിൽ 8-19 പൗലോസ് ഈ വാക്യം എഴുതുമ്പോൾ, ഈ വാക്യം എഴുതാൻ അവൻ പ്രേരിപ്പിച്ച അവൻ ആത്മാവിന്റെ ഘടകമെന്നത് പൗലോസിന് അന്നറിയില്ലായിരുന്നു. ഈ സ്വത്രം റോമാ ലേഖനം പൗലോസ് എഴുതുന്നത് എഫെസോസിൽ വെച്ച് സ്വത്രം AD 64 മുൻപാണ്. ഏകദേശം AD 60 കാലഘട്ടങ്ങളിലാണ് ഈ പുസ്തകം എഴുതപ്പെടുന്നത്. എന്നാൽ ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതുമ്പോൾ പൗലോസിന്റെ ആഗ്രഹം താൻ ആ റോമാ സഭയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ അറിയണം. അത് മാത്രമല്ല, അവൻ വരുന്നതിന് മുൻപ് ആ ദൈവസഭയ്ക്കകത്ത് ഒരു വലിയ ചലനത്തിന് വേണ്ടി ആ സഭയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാ റോമാ സഭയ്ക്ക് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. എന്നാൽ വാസ്തവത്തിൽ പൗലോസിന് പോലും അറിയില്ലായിരുന്നു അവൻ എന്തുകൊണ്ടാണ് ഈ വാക്യം അവിടെ എഴുതുന്നത് എന്ന്. അവൻ എഴുതി വെച്ചു, സൃഷ്ടി ദൈവപുത്രന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ സഭ ശാന്തതയുടെ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുകയാണ്. അവിടെ പ്രശ്നങ്ങൾ അധികമില്ല, പീഡനങ്ങൾ അധികമില്ല, വലിയ ബുദ്ധിമുട്ടുകളില്ല, ശാന്തമായി സഭ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. എന്നാൽ AD 64 ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ സമയം തൊട്ട് അസാധാരണമായ ഒരു പീഡന പരമ്പര സഭയ്ക്കെതിരായി ഉണ്ടായത്. 64 ഈ പീഡനം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിന് നന്നായി അറിയാമായിരുന്നു. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഇത് പൗലോസിന് അറിയില്ല. ഇപ്പോൾ സഭ പോകുന്നത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തതയ്ക്ക് ശാന്തതയിൽ കൂടെയാണെന്ന് പൗലോസിന് അറിയില്ല. അവൻ ഈ വാക്യം എഴുതുമ്പോൾ 64 AD മുതൽ സഭയ്ക്കകത്ത് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പൗലോസിന് അറിയില്ല. എന്നാൽ അവന്റെ അകത്തുകൂടെ ഈ ലേഖനം എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു, ഇവരിതാ ഒരു വലിയ പ്രശ്നത്തിനകത്തുകൂടെ കടക്കാൻ പോകുന്നു, ഒരു വലിയ പ്രതികൂലത്തിനകത്തൂടെ കടക്കാൻ പോകുന്നു. എന്നാൽ ആ പ്രതികൂലത്തിൽ കൂടെ ദൈവസഭ കടക്കുമ്പോൾ ആ ദൈവസഭയോട് ആത്മാവിന് ദൂത് പറയുകയാണ്, അവൻ ഈ സൃഷ്ടി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പ്രതികൂലങ്ങൾ നിങ്ങൾക്ക് മുമ്പ് വരാം, പ്രശ്നങ്ങൾ വരാം, നിരാശകൾ വരാം, ഡൊമിനീഷ്യൻ ചക്രവർത്തി നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിയേക്കാം. എന്നാൽ നിങ്ങൾ അറിയണം, ഈ സൃഷ്ടി കാത്തിരിക്കുന്നത്, റോമാ നഗരം കാത്തിരിക്കുന്നത്, പട്ടണങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങൾക്കുള്ളിലെ ദൈവപുത്രന്മാർ. ജീസസ്, നിങ്ങൾ പതിയെ ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ ദൂതനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറാൻ പോകുന്ന അസാധാരണമായ ഒരു വെളിപ്പാട് നിങ്ങളെ ഇന്ന് രാത്രി ആഴമായി കത്തിക്കാൻ പോകുകയാണ്. പൗലോസിന് ഈ സത്യം അറിയില്ലായിരുന്നു, എന്നാൽ പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, മക്കളെ, പ്രശ്നം വരും, സങ്കടങ്ങൾ വരും, പക്ഷെ നിങ്ങൾ അറിയണം, ആ പ്രശ്നത്തിന് നിങ്ങൾ അധീനരല്ല.
ആ പ്രശ്നത്തിന്റെ കീഴിൽ നിങ്ങൾക്ക് പെടാൻ കഴിയില്ല. കാരണം സൃഷ്ടി പോലും കാത്തിരിക്കുന്നത് നീ എന്ന ദൈവപുത്രൻ വെളിപ്പെടാനാണ്. നീ എന്ന ദൈവപുത്രൻ വെളിപ്പെടാനാണ്. നീ എന്ന ദൈവപുത്രൻ വെളിപ്പെടാനാണ്. സൃഷ്ടി പോലും നിന്റെ വാക്കിനെ അനുസരിക്കാൻ കാത്തിരിക്കുന്നു. നിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവപുത്രനെ നീ തിരിച്ചറിഞ്ഞാൽ, ഓഹോ, ഞാനിനി അടിമയല്ലെന്നും ഞാനിനി ദാസനല്ലെന്നും ഞാൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പാട് നിന്റെ അകത്ത് ശക്തമായി ഒരാമയം പറഞ്ഞേ, ഒരാമയം പറഞ്ഞാട്ടെ. ആര് പറയുന്നത്? പക്ഷെ ഞങ്ങൾക്കത് അറിയാം, ഞങ്ങൾ പുത്രന്മാരാണെന്നറിയാം. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളുടെ അകത്തുള്ള പുത്രത്വം വെളിപ്പെടുന്നില്ല? ഇന്ന് രാത്രി ആ റവലേഷന്റെ അകത്തോട്ട് നിങ്ങൾ ഒരു പടി കൂടെ മുമ്പോട്ട് കയറാനാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരെന്ന് എനിക്കറിയില്ല. ഇന്ന് രാത്രി ഒരു പക്ഷേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ആദ്യമായി കേൾക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ വെളിപ്പാടുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾ കേട്ട് കാണില്ല. ഒരു പക്ഷേ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം അത് കേട്ടവരുമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം ദൈവസഭയെ ഒരു ദൂത് പറഞ്ഞ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിന്റെ അകത്ത് ഇനി ദൈവം തുറക്കാൻ പോകുന്നത് ഒരു പുത്രത്വത്തിന്റെ ആത്മാവാണെങ്കിൽ സൃഷ്ടി പോലും നീ പറയുന്നത് കേൾക്കാൻ, പ്രകൃതി പോലും നീ പറയുന്നത് കേൾക്കാൻ, നീ ഒരു പുത്രനായി വെളിപ്പെടുന്നത് കാണാൻ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് ഈ ദൂതനെ സ്വീകരിച്ചോ. ഇന്ന് രാത്രി നിന്റെ അകത്തുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നിനക്ക് തെളിയിക്കാൻ പോകുകയാണ്. നിന്റെ അകത്തുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ ദൈവം നിനക്ക് തെളിയിച്ചു തരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവം നിനക്ക് നൽകിയ പ്രിവിലേജ് ഭയങ്കരമാണ്. നിങ്ങൾ ഒരു പക്ഷേ ഈ വെളിപ്പാട് ഒത്തിരി പ്രാവശ്യം കേട്ടവരായിരിക്കാം. നിങ്ങൾ നിൽക്കുന്ന പ്രിവിലേജ് ഭയങ്കരമാണ്. യേശുക്രിസ്തു മരിച്ചത് പാപത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ വേണ്ടി മാത്രമല്ല. ദ റിയൽ ഗോസ്പൽ, യഥാർത്ഥമായ സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തു മരിച്ചു ഉയർത്തു എന്നത് മാത്രമല്ല, അവൻ ഉയർത്തിട്ട് നിനക്ക് എന്ത് ചെയ്തു എന്നാണ്. ദാറ്റ് ഈസ് എ ഗോസ്പൽ. അവൻ എന്ത് ചെയ്തു? അവൻ നിന്നെ പുത്രന്മാരാക്കി. ഏദൻ തോട്ടത്തിൽ ആദാമിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു പോയോ നിന്റെ അകത്ത് അവന്റെ മരണത്താൽ അവൻ നിനക്ക് നൽകി. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കാം. ഇതാണ് സുവിശേഷം. അവൻ കാൽവരിയിൽ മരിച്ചത് എന്തിനോ വേണ്ടിയല്ല, നിന്നെ പുത്രനും പുത്രിയുമാക്കി മാറ്റാൻ. നിനക്ക് നഷ്ടപ്പെട്ടു പോയ പാപത്താൽ മാനുഷിക രാശിക്ക് നഷ്ടപ്പെട്ടു പോയ പുത്രത്വത്തെ തിരികെ നൽകാൻ അവൻ കാൽവരിയിൽ മരിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിന്നെ ഇരുത്തിയിരിക്കുന്നത് പുത്രന്മാരാക്കി സ്വർഗീയ സ്ഥാനങ്ങളിൽ. കരമുയർത്തി വരുന്നല്ല ഹല്ലേലൂയ പറ. ഏദൻ തോട്ടത്തിൽ എന്നെ കേൾക്ക്. ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരുന്നത് ആദാമിന് കേൾക്കാമായിരുന്നു. എന്നെ കൂടെ ഉണ്ടോ? ഏദനിൽ ആദാമിന് നഷ്ടപ്പെട്ടെന്നറിയാമോ? ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരുന്നത് ആദാമിന് കേൾക്കാമായിരുന്നു. നിനക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് അനുഭവിക്കാൻ കഴിയുന്നെങ്കിൽ നിന്റെ അകത്ത് പുത്രത്വം വെളിപ്പെട്ടു എന്ന അർത്ഥം. ഒരാമയം പറയാം. തന്റെ ഇടമുണ്ടെങ്കിൽ ആമയം പറഞ്ഞോ. ഏദൻ തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരുന്നത് ആദാമിന് കേൾക്കാമായിരുന്നു. ഒരു ദിവസം ദൈവം ആദാമിനെ വിളിച്ചു പറഞ്ഞു, മടങ്ങി വാടാ. ആദാം വന്നു. ആദാമിന്റെ മുമ്പിൽ ദൈവം മൃഗങ്ങളെ കൊണ്ടുവന്നു. ഒന്നായി മൃഗങ്ങൾ വരികയാണ്. ആദാം അവയെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, മോനെ നിനക്ക് പേരിട്ടത് ഞാനാണ്. എന്നാൽ എൻ്റെ അകത്തിരിക്കുന്ന അതേ സ്വത്രം സംഭവമാണ് നിന്റെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവയ്ക്ക് നീ പേരിടണം. ആദാം നോക്കിയപ്പം 4 കാലും ഒരു വലിയ തലയും നീളമുള്ള ഒരു മൂക്കുമുള്ള ഒരു ജന്തു. ആദാം പറഞ്ഞു, ഇവന്റെ പേര് ആന. ദൈവം പറഞ്ഞു, ഇവന്റെ പേര് ആന. നീളമുള്ള കൊമ്പുള്ള ഒരു മൃഗം വന്നു. ആദാം പറഞ്ഞു, ഇതിന്റെ പേര് മാൻ. ദൈവം പറഞ്ഞു, ഇതിന്റെ പേര് മാൻ. എന്റെ കൂടെ ഉണ്ടോ? ആദാം ഇട്ട ഒരു പേര് പോലും ദൈവം മാറ്റിയില്ല. എന്താ കാര്യം? ആദാം ഇട്ട പേര് ദൈവം ഇട്ടതുപോലെയായിരുന്നു. അതെന്താ കാര്യം?
അതെന്താ കാര്യം പാസ്റ്റേ? സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ മണ്ണിൽ നിന്നും എടുത്തെന്ന്. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുള്ള ആശയമാണ്. നമ്മളെ മണ്ണിൽ നിന്നും എടുത്തെന്ന്. അതുകൊണ്ട് ചിലർ പറയുന്നത്, പാസ്റ്റേ ഞങ്ങൾ പൊടിയാണ്, പുഴുവാണ്, തുരുമ്പാണ്, കാരണം ഞങ്ങളുടെ അകത്ത് മുഴുവനും മണ്ണാണ്. കമോൺ, ഇന്ന് രാത്രി ആമേ സ്വന്തം നീ ഒരു സത്യം അറിഞ്ഞിട്ട് ഈ ഹോള് വിട്ട് പോകാവൂ. നീ വെറും മണ്ണല്ല. പക്ഷെ ബൈബിൾ അങ്ങനല്ലോ പറയുന്നത്. നിങ്ങളെ മണ്ണിൽ നിന്നും എടുത്തു. സത്യമാണ്, ബൈബിൾ പറയുന്നത് സത്യമാണ്. നിങ്ങളെ മണ്ണിൽ നിന്നും എടുത്തു. എന്നാൽ ശരിക്കും ബൈബിൾ നിങ്ങളെ എന്ന് പറയുമ്പം ബൈബിൾ അവൻ പറയുന്ന നിങ്ങൾ ആമേ സ്വത്രം നിങ്ങളുടെ അകത്തുള്ള യഥാർത്ഥ നിങ്ങളെയല്ല. അവൻ നിങ്ങളുടെ കവർ, നിങ്ങളുടെ ബോഡിയെ അവൻ മണ്ണിൽ നിന്നും എടുത്തു. നിങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കണം. അവൻ ഉൽപ്പത്തി പുസ്തകം 1-26 വാക്യം, ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. അവൻ മണ്ണിൽ നിന്നും അവൻ എടുത്തു എന്നത് ശരി. ഒരു വാക്യം കൂടെ നിങ്ങൾ തിരിച്ചു വായിച്ചു നോക്ക്. 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ മനുഷ്യനെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അവന്റെ ജീവശ്വാസം അവന്റെ മൂക്കിനകത്ത് ഊതി. കിട്ടിയില്ല. ദൈവം നിന്റെ കവറിനെ, നിന്റെ ഈ ബോഡി എന്ന കവറിനെ അവൻ ദൈവം മണ്ണിൽ നിന്നും എടുത്തിട്ട് അവന്റെ അകത്തുനിന്നുള്ള ശ്വാസത്തെ അവൻ നിന്റെ അകത്ത് ഊതി. That means നീ മണ്ണിൽ നിന്നുമല്ല വന്നത്, നീ ദൈവത്തിന്റെ ഉള്ളിൽ നിന്നുമാണ് വന്നത്. നീ ദൈവത്തിന്റെ ഭാഗമാണെന്നറിയുക. You are the part of God. നീ ദൈവത്തിന്റെ ഭാഗമാണ്. നീ വെറും മണ്ണല്ല. ദൈവം നിന്നെ സ്നേഹിക്കുന്നതിന്റെ കാരണം, ദൈവം നിന്നെ വിട്ടുകളയാത്തതിന്റെ കാരണം, നീ പാപം ചെയ്തിട്ട് ദൈവം നിന്നെ തള്ളിക്കളയാത്തതിന്റെ കാരണം, നീ വെറും മണ്ണല്ലെന്ന് ദൈവത്തിന് നന്നായി അറിയാം. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. ആരാ പറയുന്നത്? പാസ്റ്റർ ഞങ്ങൾ ഒത്തിരി പാപം ചെയ്തു, ഒത്തിരി തെറ്റ് ചെയ്തു. ഓ ഇറ്റ്സ് ഓക്കേ. എന്തുകൊണ്ട് ദൈവം നിന്നെ വിടാത്തത്? എന്തുകൊണ്ട് ദൈവം നിന്നെ വിടാത്തത്? എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 4 വയസ്സ്, ഒരാൾക്ക് 8 വയസ്സ്. ഈ പ്രായം എന്ന് പറയുന്നത് ഭയങ്കര കുസൃതിയുടെ പ്രായമാണ്. എൻ്റെ 8 വയസ്സുകാരൻ ഒന്ന് ഒതുങ്ങിയെന്ന് പറയാം. 4 വയസ്സുകാരനാണ് ആമീശ്വത്രം വേണ്ട പ്രശ്നമാണ്. ഇവർ വന്നപ്പോൾ ഒരു പക്ഷെ കുറച്ച് ഐഡിയ കിട്ടിക്കാണ്. വേണ്ട പ്രശ്നക്കാരനാ ആമീശ്വരം. ഇവൻ ചിലപ്പോൾ സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. ചിലപ്പോൾ ആമേശ്വത്രം ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആവേശം കയറി നമ്മുടെ ദേഹത്തും 2 ആമേശ്വത്രം മുട്ടുമുട്ടും. ചിലപ്പോൾ ആവേശം കയറി ഒരു നുള്ളൊക്കെ തരും. ഹലോ, അവൻ എന്നെ നുള്ളി എന്ന് പറഞ്ഞ് അവൻ എന്നെ ആ സാധനം എറിഞ്ഞുടച്ചെന്ന് പറഞ്ഞ് ഞാൻ അവനെ വീട്ടിൻ്റെ അടിച്ച് പുറത്താക്കിയിട്ടില്ല. എനിക്ക് അവനോട് വിരോധം തോന്നിയിട്ടുമില്ല. അതേസമയം ഒരാൾ എൻ്റെ വീട്ടിനകത്ത് കയറി എൻ്റെ ഒരു സാധനം പൊട്ടിച്ചാൽ ആമീശ്വത്രം ഞാനത് ഒരാഴ്ചയെങ്കിലും പറഞ്ഞുകൊണ്ട് കിടക്കും. എന്നാലും വന്നിട്ട് ആ സാധനം പൊട്ടിച്ചെന്നു. ഞാനങ്ങനെ പറയില്ല, എൻ്റെ സ്വഭാവം അനുസരിച്ച്. എങ്ങനെ നിങ്ങളുടെ ഉദാഹരണത്തിന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. എന്താ കാര്യം? ആമീശ്വത്രം നിങ്ങളും ഞാനുമായി ആ ബന്ധമില്ല. നിങ്ങൾ എനിക്ക് ആമീശ്വത്രം എൻ്റെ സ്നേഹിതന്മാരായിരിക്കാം, എന്നാൽ അതെൻ്റെ മകനാണ്. അവൻ പൊട്ടിച്ചാൽ അത് അവൻ്റെ കൂടെ സാധനമായതുകൊണ്ടാ ഇന്ന് രാത്രി നീ പലപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് ദൈവം നിന്നെ കൈവടിയാത്തത്, ദൈവം നിന്നെ വിട്ടുകളയാത്തത്. നീ മണ്ണിൽ നിന്നും എടുത്ത് വന്നത് കൊണ്ടല്ല, നീ അവൻ്റെ ഉള്ളിൽ നിന്ന് നീ ദൈവത്തിൻ്റെ ഒരു ഭാഗമായത് കൊണ്ടാണ്. നീ ദൈവത്തിന്റെ, നീ നിന്നെ തിരിച്ചറിയ്. നീ നിന്നെ ഇന്ന് രാത്രി തിരിച്ചറിയ്. നീ വെറും മണ്ണല്ല, നീ വിലയില്ലാത്തവനല്ല, നീ ഒരു വലിയ സീറോയല്ല, നീ നിന്ദിക്കപ്പെട്ട് കിടക്കുന്നവനല്ല. നീ ദൈവത്തിന്റെ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ മകനോ. കരം ഉയർത്തി വരെ ഹല്ലേലൂയ പറ. ഒരു നല്ല ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ഞാൻ ആരോട് പറയുന്നു? ആമീശ്വത്രം സുഹൃത്തെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ ആമീശ്വത്രം ബ്രദറെ, നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടില്ല. ആരോ പറയുന്നു, പാസ്റ്റർ എൻ്റെ അകത്ത് വലിയ കുറവുകളുണ്ട്. നോ പ്രോബ്ലം, നിന്റെ പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടില്ല. നിന്റെ അപ്പൻ്റെ അടുക്കൽ നീ വന്ന് നിന്നെ തുറന്നു കാണിക്കുന്ന അതേ സെക്കൻഡിൽ, നിന്നെ തുറന്നു കാണിക്കുന്ന അതേ സെക്കൻഡിൽ നീ അവൻ്റെ ഭാഗമായി തിരികെ ചേരുകയാണ്. നിന്റെ പുത്രത്വത്തിന്റെ വെളിപ്പാട് അവൻ നിനക്ക് തിരികെ നൽകുകയാണ്. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ഒരു ദാസനായിട്ടല്ല, ദൈവം നിന്നെ കണ്ടിരിക്കുന്നത് ഒരു പുത്രനായിട്ടാണ്. നിന്റെ അകത്തെ പുത്രൻ വെളിപ്പെട്ടു വരാ ഈ മുഴുവൻ സൃഷ്ടിയിൽ കാത്തിരിക്കുന്നു എന്ന്. രാമൻ
ആമേൻ പറഞ്ഞേ. ആദാം സംസാരിക്കുന്നത് ആനയ്ക്ക് മനസ്സിലാകുമായിരുന്നു. ആദാം സംസാരിക്കുന്നത് മാനിന് മനസ്സിലാകുമായിരുന്നു. വൈ? പ്രകൃതി മുഴുവനും അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ പാപം ആ പുത്രത്വത്തിന്റെ വെളിപ്പാടിനെ അവന്റെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുത്തി. ദൈവ ഹൃദയത്തിൽ നിന്ന് ആ പുത്രത്വം മാറിയില്ല. എന്നാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ആ പുത്രത്വം മാറി. ദൈവത്തിന് മനസ്സിലായി, ഐ ലോസ് മൈ ചൈൽഡ്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് എൻ്റെ മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്മാർ വന്നു, പുരോഹിതന്മാർ വന്നു, രാജാക്കന്മാർ വന്നു, മതസ്ഥാപകന്മാർ വന്നു. എന്നാൽ അവർക്കാർക്ക് ഈ പുത്രത്വത്തെ തിരികെ നൽകാൻ കഴിയാതിരിക്കുമ്പോൾ 2024 വർഷങ്ങൾക്ക് മുൻപ് വചനം ജഡമായി ഒരുത്തൻ ഭൂമിയിൽ വന്നു. അവൻ 33 തിരുവയസ്സ് വരെ ഈ ലോകത്തിൽ ജീവിച്ചു. അവൻ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, അവൻ അന്ധന് കാഴ്ച കൊടുത്തു, ചെകിടന് കേൾവി കൊടുത്തു, അവൻ അത്ഭുതങ്ങളെ ചെയ്തു, അവൻ മരിച്ചവനെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ അവന്റെ മിനിസ്ട്രിയുടെ കാലം കഴിഞ്ഞപ്പോൾ 33 വയസ്സ് തികഞ്ഞപ്പോൾ സകല മാനവ ജാതിയുടെ പാപത്തെയും ചുമലിൽ അവൻ വഹിച്ചുകൊണ്ട് ഒരു പാപം ചെയ്യാത്തവൻ കാൽവരിയുടെ കൊലമരത്തിൽ കയറി ആമേൻ സ്വതന്ത്രം 3 ആണിമേൽ അവിടെ അവൻ തൂങ്ങി മരിച്ചു. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. തിരുവെഴുത്തുകൾ പറയുന്നു, 3-ാം ദിവസം അവൻ പാതാളത്തിന്റെ അവൻ വാതിലിനെ തകർത്ത് മരണത്തിന്റെ ശക്തിയെ തകർത്ത്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. കഥ അവിടെയും അവസാനിച്ചില്ല. അവൻ 40 ദിവസങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞ് അവൻ സ്വർഗത്തിലേക്ക് കയറി. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നവൻ ഇങ്ങനെ പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ ഒരുമനപ്പെട്ടാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. ഇന്ന് രാത്രിയിൽ അവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഉയർത്തുന്നത് അവന്റെ നാമത്തെയാണ്. ഞങ്ങൾ അഭിമാനത്തോടെ ഉയർത്തുന്നത് ആ ദൈവത്തെയാണ്. അവന്റെ പേരാണ് നാസറേയനായ യേശു. യേശു. കമോൺ, ഇന്ന് രാത്രി കരമടിച്ച് ആ യേശുവിന് നല്ലവൻ ആരാധന കൊടുത്തേ. ഇതെത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. അവൻ ഈ ലോകത്തിൽ വന്നത് വെറുതെ ആരെയോ സൗഖ്യമാക്കി മടങ്ങാനല്ല. അവൻ മരിച്ചത് അവന്റെ പാപത്തിന് വേണ്ടിയല്ല. അവൻ മരിച്ചത് നിന്റെ പാപത്തിന് വേണ്ടി ആയിരുന്നുവെങ്കിൽ അവന്റെ ലക്ഷ്യം നിന്റെ പാപം മാറ്റുക എന്നത് മാത്രമായിരുന്നില്ല. 1-ാമത്തെ 12 വാക്യം യോഹന്നാൻ സുവിശേഷം, അവരിൽ വിശ്വസിക്കുന്ന ഏവനും പുത്രത്വത്തെ തിരികെ കൊടുക്കാൻ ദൈവത്തിന്റെ മകനും മകളും എന്ന വെളിപ്പാട് അവർക്ക് തിരികെ കൊടുക്കാൻ. ഉയർത്തിയവര് ഹല്ലേലൂയ പറ. നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തിയേ. 2 നിങ്ങളുടെ കരങ്ങൾ, വലത് കരങ്ങളൊന്ന് ഉയർത്തിയേ. വലത് കരങ്ങൾ ഉയർത്തിയേ. നിങ്ങളുടെ തലയിലോട്ട് കൈവച്ച് ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് പറഞ്ഞേ, പുത്രിയാണെന്ന് പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രിയാണ്. നീ ഇനി തൊട്ട് ദാസനല്ല, നീ പുത്രനും പുത്രിയുമാണ്. നീ പുത്രനും പുത്രിയുമാകുമ്പോൾ അതെ ആമേൻ. റോമാലേഖനത്തിനൊരു വെളിപ്പാട് പൗലോസ് പറയുകയാണ്, സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെന്തിനാ സൃഷ്ടി കാത്തിരിക്കുന്നത്? ഞാനൊരു ഉദാഹരണം പറയാം, ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് രാത്രി നിങ്ങൾ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം വായിച്ച ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, പത്രോസ് യേശുവിനോട് പറയുന്നു, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. എന്ന് കേൾക്കണേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. തലേ ദിവസം രാത്രി അവൻ ഒത്തിരി പ്രതീക്ഷകളുമായി ഇറങ്ങിയ മനുഷ്യൻ തൻ്റെ മകൻ്റെ തൻ്റെ മക്കളുടെ പട്ടിണി മാറ്റാൻ, തൻ്റെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ ഒത്തിരി പ്രതീക്ഷകളുമായി തലേ രാത്രി അവൻ മീൻ പിടിക്കാൻ ഇറങ്ങിയ മനുഷ്യൻ ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടു. പിറ്റേന്ന് പ്രഭാതത്തിൽ അവൻ യേശുവിനെ സന്ധിക്കുമ്പോൾ അവൻ യേശുവിനോട് പറയുന്നു, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചു, പക്ഷേ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല.
എന്നാൽ ദീർഘമായ പ്രസംഗത്തിന് ശേഷം യേശു പത്രോസിനോട് പറയുന്നു, കമാൻ, നിന്റെ നെറ്റിനെ, നിന്റെ വലയെ നീ ആഴത്തിലോട്ട് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്ക്. നീ ആഴത്തിലോട്ട് നീക്കിയൊന്ന് മീൻ പിടിക്കാൻ വല ഇറക്ക്. പത്രോസ് അപ്പോഴാ പറയുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, അധ്വാനിക്കാത്തത് കൊണ്ടല്ല, പക്ഷേ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്ക. അങ്ങനെ യേശുവിനെ അനുസരിച്ചവൻ അവന്റെ വല ആത്മാർത്ഥമായി വീശുകയാണ്. ബൈബിൾ പറയുന്നു, അവൻ വല വീശിയപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം അവന്റെ വലയിൽ അകപ്പെട്ടു. ഇനി എന്നെ കേക്ക്, എൻ്റെ ചോദ്യം ഇതാണ്, ആ മത്സ്യത്തിന് ഒരു നേതാവുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, മിസ്റ്റർ മത്സ്യം, നീ ഇന്നലെ രാത്രി മുഴുവൻ ഈ പാവപ്പെട്ട പത്രോസ് ഇതിനകത്ത് കിടന്ന് വല വീശി, സ്വത്രം, ഇന്ന് എന്നെ കേൾക്കണേ, ഇന്നലെ രാത്രി മുഴുവന് ഈ പാവപ്പെട്ട മുക്കുവനായ മനുഷ്യൻ അവൻ്റെ പട്ടിണി മാറ്റാൻ വേണ്ടി അവൻ അവിടെ വല എറിഞ്ഞു, വലത്തെറിഞ്ഞു, ഇടത്തെറിഞ്ഞു, മുമ്പിലും പുറകിലും അവൻ എറിയാത്തിടത്തെല്ലാം വല എറിഞ്ഞു. എന്നാൽ നിന്റെ കൂട്ടത്തിനകത്ത് ഒരൊറ്റ എണ്ണം പോലും അകത്ത് കയറിയില്ല. എന്റെ കൂടെ ഉണ്ടോ? ആ മീനിനോട് ഞാൻ ചോദിക്കുന്നു, എടാ മീനെ, നിനക്ക് അറ്റ്ലീസ്റ്റ് നാണം ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിനെങ്കിലും പറഞ്ഞ വലക്കകത്ത് വിട്ടുകൂടായിരുന്നു? അവന് ഒരു മീനെങ്കിലും കിട്ടത്തില്ലായിരുന്നു. എന്നാലും ഇന്നലെ രാത്രി മുഴുവനും നിങ്ങൾ ഒളിച്ചു നിന്നിട്ട് ഇപ്പം യേശു വന്നപ്പോൾ നിങ്ങൾ ആ വലക്കകത്ത് കയറാൻ കാര്യം എന്താ? ആ മീന് പറയും, എന്റെ പൊന്നുവാസേ, നിങ്ങൾക്ക് അറിയല്ലേ, ഇന്നലെ രാത്രി മുഴുവനും ഇവിടെ അധ്വാനിച്ചത് ഒരു ദൈവത്തിന്റെ ദാസനാ. അവൻ ദാസനായിരുന്നു, അവൻ ദാസനായിരുന്നു, അവൻ ദാസനായിരുന്നു. പത്രോസ് പറഞ്ഞാൽ ഞാൻ അനുസരിക്കണമെന്നില്ല, കാരണം അവൻ ദാസനാണ്. ദാസൻ പറഞ്ഞാൽ ഞാൻ കേൾക്കണമെന്നില്ല. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ആ വള്ളത്തിൽ കയറി നിൽക്കുന്നവനെ കണ്ടോ? അവൻ ആരെന്നറിയാമോ? സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. പുത്രൻ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. പുത്രൻ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. പുത്രൻ പറഞ്ഞാൽ, ദാസൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കണമെന്നില്ല, എന്നാൽ പുത്രൻ പറഞ്ഞാൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ല. എന്റെ കൂടെ ഉണ്ടോ? ആർക്കൊക്കെ ഈ ദൂത് മനസ്സിലാകുന്നു? ആർക്കൊക്കെ ഈ ദൂത് മനസ്സിലാകുന്നു? ആർക്കൊക്കെ ഈ ദൂത് മനസ്സിലാകുന്നു? ഇന്ന് രാത്രി ആ പുത്രൻ അന്ന് ആ വള്ളത്തിൽ നിന്നിരുന്നു. എന്നാൽ അവൻ എന്നെ നിന്നെ പുത്രന്മാരാക്കാൻ അതേ പുത്രൻ അവൻ കാൽവരിയിൽ കയറിയിട്ട് പറഞ്ഞു, ഇനി ഞാൻ മാത്രമല്ല, നിങ്ങളുടെ അകത്ത് പുത്രത്വം വെളിപ്പെട്ടിരിക്കുന്നു. ഇനി എന്നിൽ വിശ്വസിക്കുന്ന യവന് ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അന്ന് അതേ പുത്രനെ അനുസരിച്ച പ്രകൃതി നിന്നെ അനുസരിക്കാൻ. ഇന്ന് രാത്രി പുത്രന്മാരുണ്ടെങ്കിൽ അവർ പ്രതികരിച്ചോ? ഇതിനകത്ത് ദൈവത്തിന്റെ പുത്രന്മാരുണ്ടെങ്കിൽ, ഈ ദൈവ ശബ്ദം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ പുത്രന്മാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു. നീ മിനിസ്റ്റർ ചെയ്യുന്നെങ്കിൽ പുത്രനായി മിനിസ്റ്റർ ചെയ്യണം. രാമൻ പറ, ഒരു വ്യക്തിക്ക് ഇവിടെ നീ പ്രാർത്ഥിക്കാൻ പോകുന്നെങ്കിൽ പുത്രനായി പോയി പ്രാർത്ഥിക്കണം. കാരണം ദാസൻ പറയുന്ന രോഗം അനുസരിക്കണമെന്നില്ല, പക്ഷെ പുത്രൻ പറഞ്ഞാൽ ഏത് രോഗവും അനുസരിക്കും. പുത്രൻ പറഞ്ഞാൽ ഏത് ക്യാൻസറും അനുസരിക്കും. പുത്രൻ പറഞ്ഞാൽ ഏത് ബന്ധനങ്ങളും അടിയും. പുത്രൻ പറഞ്ഞാൽ ഏത് പ്രകൃതിയും അനുസരിക്കും. ഞങ്ങളുടെ ടീമായി മണിപ്പൂരിൽ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപയാൽ മണിപ്പൂരിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പം അവരുടെ ഇടയിൽ കൂടെ പോയി ശുശ്രൂഷിക്കാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. തോക്കുധാരികളായ ആമിശോത്ര പട്ടാളക്കാരും അവരുടെ ഫൈറ്റേഴ്സും ഒക്കെ ഒരുമിച്ച് അങ്ങനെ മുമ്പോട്ടൊക്കെ ഇരിക്കുമ്പം ഞങ്ങൾക്ക് അവരുടെ നടുവിൽ കൂടെ പോകാൻ ദൈവം കൃപ നൽകി. കൃപയാൽ അവരുടെ ചില ക്യാമ്പുകളിൽ പോയി സന്ദർശിക്കാൻ, അവരെ സഹായിക്കാനൊക്കെ കർത്താവ് കൃപ നൽകി. സെപ്റ്റംബറിൽ ഞങ്ങൾ ആമിസ്വത്രം ടാമംഗ്ലോങ് എന്ന് പറയുന്ന സ്ഥലത്ത്, മണിപ്പൂരിലെ ടാമംഗ്ലോങ് എന്ന് പറയുന്ന സ്ഥലത്ത് ശുശ്രൂഷിക്കുമ്പോൾ 3-ാമത്തെ ദിവസം ഞാനിവിടെ മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് 8,000-ഓളം പേർ ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം. ആ ഗ്രൗണ്ട് നിറച്ച് നമുക്ക് പുറകിലെ ആൾക്കാരെ കാണാൻ പറ്റില്ല, അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഒരു സമയം. സ്തോത്രം. കർത്താവിനോട് ആ മീറ്റിങ്ങിൻ്റെ അവസാനം പറഞ്ഞു, നമ്മൾ ഒത്തിരി സമയം പറഞ്ഞേക്ക് അന്ന് തിരികെ പോകണമായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, ഇതിനകത്ത് സ്തോത്രം കഴുത്തിലൊരു മുഴയുള്ള ക്യാൻസറിൻ്റെ മുഴയുള്ള ഒരു വ്യക്തി ഇവിടെ ഉണ്ട്, ദൈവം അവനെ സൗഖ്യമാക്കുന്നെന്ന് പറഞ്ഞു.
ആ 8000 ജനത്തിൻ്റെ ഇടയിൽ ആര് കൈവെക്കുന്നതൊക്കെ കാണാൻ പറ്റത്തില്ല. കാരണം ഒത്തിരി പേർ സൗഖ്യമാകാൻ അവിടെ വന്നു, ഒത്തിരി പേർ വിടുതലുകൾ നടന്നു. ആശ്ചര്യമായി കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കും അത്ഭുതങ്ങൾ ഇവിടെ നടന്നു. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്ന വിടുതലുകൾ ഇവിടെ ഉണ്ടായി. അതുകൊണ്ട് ആര് കൈവെക്കുന്നൊന്നും അറിയാൻ പറ്റില്ല. ഞങ്ങൾ സ്തോത്രം അത് പറഞ്ഞിട്ട് പോയി. ആ മണിപ്പൂരിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും മണിപ്പൂരിൽ മറ്റൊരു സ്ഥലത്ത് ചന്ദൽ എന്ന് പറയുന്ന സ്ഥലത്ത് മീറ്റിംഗ് നടത്തുമ്പോൾ ഇതേ ചാമംഗ്ലോങ്ങിൽ നിന്ന് ഒരു ടീം അവിടെ വന്നിരുന്നു. ആ ടീം എന്നെ കാണാൻ വന്നിട്ട് അവർ പറഞ്ഞു, പാസ്റ്റർ സ്വത്രം ഒരു ബ്രദർ നിങ്ങളോട് പറയാനൊരു സാക്ഷ്യം. ഞാൻ പറഞ്ഞു വാട്ട്? അവൻ പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ അവസാനം പറഞ്ഞില്ലേ കഴുത്തിനകത്ത് ക്യാൻസറിന്റെ ഒരു മുഴയുണ്ടായിരുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന്. ആ വ്യക്തി ആ സഹോദരനായിരുന്നു. ആ പറഞ്ഞ സെക്കൻഡിൽ ഇൻസ്റ്റന്റായി ആ മുഴ തൻ്റെ കഴുത്തിൽ നിന്നും അപ്രത്യക്ഷമായെന്ന്. ഹേയ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കടയില്ലായിരിക്കും, പക്ഷെ എനിക്കിത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആ മനുഷ്യരുടെ ക്രിസ്ത്യാനി ആയിരുന്നില്ല. ഇന്ന് രാത്രിയിൽ പുത്രൻ പറഞ്ഞാൽ ഏത് ക്യാൻസറിനും അനുസരിച്ചേ മതിയാകൂ. പുത്രൻ പറഞ്ഞാൽ നിന്റെ അകത്ത് ഈ പുത്രൻ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായാൽ, നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് മനസ്സിലായാൽ, ഈ ഭൂമിയിലെ ഒന്നിനും അവന്റെ അധികാരത്തിന്റെ കീഴിൽ നിന്നെ കൊണ്ടുവരാൻ കടയില്ല. നീ സകലത്തെയും വാഴാൻ പോകുകയാണ്. You gonna reign. നീ സകലത്തെയും വാഴാ. ഒരു നല്ല ആമേൻ പറഞ്ഞേ. സൃഷ്ടി ദൈവപുത്രന്മാർ വെളിപ്പെട്ടു വരാൻ കാത്തിരിക്കുന്നു പറഞ്ഞാൽ നീ അവരുടെ പ്രതീക്ഷയാണെന്ന്. നീ അവരുടെ പ്രതീക്ഷയാണെന്ന്. ഇന്ന് ഇന്ത്യയുടെ അകത്ത് സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്നില്ലേ? ഭാരത സഭയിൽ നടക്കുന്ന ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളെ ടെൻഷൻ എടുപ്പിക്കുന്നില്ലേ? എന്നാൽ ഇന്ന് രാത്രി കർത്താവിനെ അയച്ചിരിക്കുന്നത് നിങ്ങളോട് ഈ ദൂത് പറയാനാണ്. ഭാരത സഭയുടെ പ്രതീക്ഷ നീയാണെന്ന്, അടുത്ത തലമുറയുടെ പ്രതീക്ഷ നീയാണെന്ന്, നിന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷ മാത്രമല്ല നീ, നിന്റെ ദേശത്തിന്റെ പ്രതീക്ഷ നീയാണെന്ന്, ഓലത്താന്നിയുടെ പ്രതീക്ഷ നീയാണെന്ന്, ഈ തിരുവനന്തപുരത്തിന്റെ പ്രതീക്ഷ നീയാണെന്ന്, കേരളത്തിന്റെ പ്രതീക്ഷ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അത് എന്നോടുള്ള ദൂതാണെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ സ്വീകരിച്ച് ആശ 10 ലക്ഷം കടപാടിരിക്കുക. എപ്പോൾ അങ്ങോട്ട് പോകുമെന്ന് അറിയില്ല. ഇന്ന് രാത്രി വലിയ രോഗമായിട്ടിരിക്കുക. ഭാഷ ഞങ്ങളെയാണ് നിങ്ങൾ നോക്കി പറയുന്നത് പ്രതീക്ഷയാണ്. ഹലോ, നിങ്ങളെ കാണുന്നത് ഒരു വട്ടപൂജ്യമായിട്ടായിരിക്കാം, എന്നാൽ ദൈവം നിങ്ങളെ കാണുന്നത് ഒരു പ്രതീക്ഷയായിട്ടാണ്, നാളെയുടെ പ്രതീക്ഷയായിട്ടാണ്, അടുത്ത തലമുറയുടെ പ്രതീക്ഷയായിട്ടാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്ക്, അടുത്ത തലമുറയുടെ പ്രതീക്ഷയായിട്ടാണ്. നീ ദൈവത്തിന്റെ മകനാണെങ്കിൽ നിന്നെ ഒന്നിനും അവൻ വിട്ടുകൊടുക്കില്ല. നിന്റെ കടഭാരത്തിന് നിന്നെ അവസാനിപ്പിക്കാൻ അവൻ വിട്ടുകൊടുക്കില്ല. നിന്റെ രോഗത്തിന് നിന്നെ അവസാനിപ്പിക്കാൻ അവൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ഒരു പ്രശ്നത്തിനും അവൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ഇന്ന് രാത്രി അവൻ നിന്നെ മകനായി അംഗീകരിച്ചിരിക്കുന്നു. നീ അവൻ അപ്പനായി അംഗീകരിച്ച ഈ ഭൂമിയിലെ ഒന്നിനും നിന്നെ തകർത്ത് കളയാ നിന്റെ അപ്പൻ വിട്ടുകൊടുക്കില്ല. രാമൻ പറഞ്ഞേ, ചില വർഷങ്ങൾക്ക് പുറകിൽ, എന്നെ വളരെ ശ്രദ്ധയോടെ കേൾക്കണേ, ചില വർഷങ്ങൾക്ക് പുറകിൽ ഒരു സർക്കസുകാരനടുത്ത് ജീവിച്ചിരുന്നു. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള കഥയാണ്, ചിലർക്ക് അറിയാമായിരിക്കും. ഒരു സർക്കസുകാരൻ ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഐറ്റം ഈ കയറിന്റെ മീതെ കൂടെ നടക്കുക എന്നുള്ളത്. എത്ര പേർ അത് കണ്ടിട്ടുണ്ട്? കയറിന്റെ മീതെ കൂടെ പാസ്റ്റർ ഞങ്ങളെ ഒരു ഞാനിന്റെ മേൽ കൂടെ നടക്കുന്നത് ചിലർ പറയുന്നു. കയറിന്റെ മീതെ കൂടെ നടക്കുന്ന സർക്കസ് എത്ര പേര് കണ്ടിട്ടുണ്ട്? അന്ന് നമ്മുടെ നാട്ടിലേക്ക് ഓലത്താനിയിലേക്ക് മുമ്പൊക്കെ വന്നിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്. ഒരിക്കൽ ആ മനുഷ്യൻ ഒരു വലിയ ആമീശ്വത്ര നദിക്കരയിൽ ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ ആ മനുഷ്യൻ വന്നിട്ട് അദ്ദേഹം ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ ഒരു വെള്ളച്ചാട്ടത്തെ കണ്ടെത്തി. എന്നിട്ട് ആ വെള്ളച്ചാട്ടത്തിന് മീതെ അദ്ദേഹം ഒരു വലിയ കയറ് കെട്ടിയിട്ട് അദ്ദേഹം
സ്വത്ര ഗ്രാമത്തിലുള്ള എല്ലാ ജനത്തെയും ഒരുമിച്ച് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ആമേൻ സ്വത്രം, നിങ്ങൾ ഓടിവാ, ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന്റെ കുറുകെ ഈ കയറിന് മീതെ നടന്ന് സഞ്ചരിക്കാൻ പോകുകയാണ്, അതെന്റെ സർക്കസാണ്, ഓടി വരാൻ പറഞ്ഞു. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ഓടി വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, മിസ്റ്റർ, നിങ്ങൾ ഈ കാര്യം ചെയ്യരുത്, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷെ നിങ്ങൾക്കറിയില്ല ഈ വെള്ളച്ചാട്ടത്തിന്റെ തീവ്രത എന്താണെന്ന്. ഒരിക്കൽ നിങ്ങൾ ഇതിനകത്ത് വീണാൽ നിങ്ങളുടെ അസ്ഥികൾ പോലും തിരിച്ചു കിട്ടത്തില്ല, അതുകൊണ്ട് നിങ്ങളത് ചെയ്യരുത്. ആ മനുഷ്യൻ പറഞ്ഞു, എന്ത് സംഭവിച്ചാലും ഞാനത് ചെയ്യും, നിങ്ങൾ എന്നെ വന്ന് ശ്രദ്ധയോടെ കാണാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ പതിയെ ആ കയറിന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം എടുത്തു. അകത്ത് താൻ വിശ്വസിച്ച ദൈവങ്ങളോട് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം പതിയെ തന്റെ വലത് കാലെടുത്ത് ആ കയറിന്റെ പീരെ വെച്ചു, പതിയെ ബാലൻസ് ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കാൽ പതിയെ, അദ്ദേഹത്തിന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ട് എങ്കിലും പതിയെ അദ്ദേഹം രണ്ടാമത്തെ കാൽ വെച്ചു, മൂന്നാമത്തെ കാൽ വെച്ചു, നാലാമത്തെ കാൽ വെച്ചു. അങ്ങനെ പതിയെ 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 ആ സർക്കസുകാരൻ ആ കയറിൽ കൂടെ ആ വിശ്വത്രം നടന്ന് ആ വെള്ളച്ചാട്ടത്തിന്റെ അക്കരയ്ക്ക് പോയി. അദ്ദേഹം പോയതുപോലെ തന്നെ പതിയെ പതിയെ കാലുകൾ വെച്ച് അദ്ദേഹം വെള്ളച്ചാട്ടത്തിന് തിരികെ വന്നു. ജനമെല്ലാം കൈയടിച്ചു, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഓ, യു ആർ വണ്ടർഫുൾ, നീ ഭയങ്കരമായ മനുഷ്യനാണ്, ഇത് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു, അദ്ദേഹത്തെ ഭയങ്കരമായി ബഹുമാനിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തെ ഐറ്റത്തിലോട്ട് ഞാൻ പ്രവേശിക്കുകയാണ്. അദ്ദേഹം വലിയൊരു തടിക്കഷ്ണം എടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന്റെ തോളിൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈ തടിക്കഷ്ണം എടുത്തുകൊണ്ട് ഈ കയറിൽ കൂടെ നടക്കാൻ പോകുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന്? പകുതി പേർ പറഞ്ഞു നിനക്ക് കഴിയും, പകുതി പേർ പറഞ്ഞു ഇത് ഡേഞ്ചറാണ്. ആ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. അദ്ദേഹം ആ തടിക്കഷ്ണവുമായി ആ കയറിന്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിന്റെ ഒരു കാൽ പതിയെ വെച്ചു, രണ്ട് കാൽ വെച്ചു, മൂന്ന് കാൽ വെച്ചു. പതിയെ പതിയെ നടന്ന് 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 അദ്ദേഹം ആ കയറിൽ കൂടെ നടന്ന് ആ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്തു. അദ്ദേഹം അതുപോലെ തിരികെ വന്നു. ജനമെല്ലാം അദ്ദേഹത്തിന് വേണ്ടി കൈയടിച്ചു, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചു. അവൻ എല്ലാവരും വെരി ഗുഡ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഞാൻ എന്റെ മാസ്റ്റർ പീസിലോട്ട് പ്രവേശിക്കുകയാണ്. നിങ്ങളിൽ ഒരു വ്യക്തിയെ എന്റെ തോളിൽ ചുമന്നുകൊണ്ട് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഈ കയറിൽ കൂടെ നടക്കാൻ പോകുന്നു. ആർക്ക് എന്റെ കൂടെ വരാൻ പറ്റും? ഒരു വലിയ നിശബ്ദത അവിടെ ഉണ്ടായി. ആരും മുമ്പോട്ട് വന്നില്ല. അദ്ദേഹത്തിന് സങ്കടം തോന്നി. അദ്ദേഹം പറഞ്ഞു, ആർക്ക് എന്റെ കൂടെ വരാൻ പറ്റും? ഞാൻ നിങ്ങളെ തോളിൽ ചുമന്നുകൊണ്ട് ഒരു അപകടവും ഇല്ലാതെ ഞാൻ തിരികെ വരും. ആർക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റും? എന്റെ കൂടെ വരാൻ പറ്റും? അദ്ദേഹം അങ്ങനെ വേദനയോടെ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു, ബ്രദർ, നിങ്ങൾക്കത് കഴിയുമായിരിക്കും, പക്ഷേ ഞങ്ങൾ വരത്തില്ല, ഞങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ട്, ഞങ്ങൾ വരത്തില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തന്റെ ഏറ്റവും മാസ്റ്റർ പീസായ ഐറ്റം അത് കാണിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം ഒരിക്കൽ കൂടെ ചോദിച്ചു, can anybody come with me? ആർക്കെങ്കിലും എന്റെ കൂടെ വരാൻ കഴിയുമോ? പെട്ടെന്ന് ഒരു യങ് മാൻ, ഒരു യുവാവ്, 18, 19 വയസ്സ് വരും, ഒരു യുവാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു, ഞാൻ വരാം. ജനമെല്ലാം ആ ചെറുപ്പക്കാരനെ നോക്കി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ സന്തോഷത്തോടു കൂടെ ഈ മനുഷ്യന്റെ അടുക്കൽ വന്നു. ആ മനുഷ്യന്റെ ഹൃദയത്തെ വലിയ സന്തോഷം തോന്നി. അദ്ദേഹം പതിയെ തന്റെ തോൾ അവൻ കാണിച്ചു കൊടുത്തു. ആ ചെറുപ്പക്കാരൻ ആ മനുഷ്യന്റെ തോളിലേക്ക് കയറിയിരുന്നു. ആമേൻ സ്തോത്രം. ആ മനുഷ്യൻ തന്റെ ശരീരത്തെ ഒന്ന് നേരെയാക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു. അദ്ദേഹം വളരെയധികം തന്റെ ശരീരം ബാലൻസ് ചെയ്തു. വളരെ സൂക്ഷ്മതയോടെ ആ ചെറുപ്പക്കാരനെ തോളിൽ ചുമന്നുകൊണ്ട് ഈ മനുഷ്യൻ ആ കയറിന്റെ അടുത്തേക്ക് വന്നു. ഒരു കാൽ പതിയെ വെച്ചു. ആൾക്കാരെല്ലാം അവൻ നിശബ്ദമായി നോക്കി നിൽക്കുകയാണ്. രണ്ടാമത്തെ കാൽ വെച്ചു, മൂന്നാമത്തെ കാൽ വെച്ചു, നാലാമത്തെ കാൽ വെച്ചു. അദ്ദേഹം പതിയെ 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 ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. അദ്ദേഹം അപ്പുറത്ത് പോയതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരനെ തന്റെ തോളിൽ ചുമന്ന് ശാന്തമായി തിരികെ വന്നു. അവൻ ജനം കൈയടിക്കാൻ തുടങ്ങി. നിർത്താതെ നിലയ്ക്കാതെ കൈയടിക്കാൻ തുടങ്ങി. ഓടി വന്ന് അവർ സർക്കസുകാരനെ കെട്ടിപ്പിടിച്ചു. ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചു. അവർ രണ്ടുപേരെ തോളിൽ ചുമന്നുകൊണ്ട് സന്തോഷത്തോടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. എന്നാൽ ആ സർക്കസുകാരനേക്കാൾ ജനം അപ്രീഷിയേറ്റ് ചെയ്തത് ആ ചെറുപ്പക്കാരനെ ആയിരുന്നു. ഒരു മനുഷ്യനെ ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് മാറ്റി നിർത്തി ചോദിച്ചിട, മോനെ, നിനക്കറിയാമോ ഈ വെള്ളച്ചാട്ടത്തിന്റെ തീവ്രത എത്രയാണെന്ന്? ഈ വെള്ളച്ചാട്ടത്തിന്റെ അകത്ത് നീ വീണാൽ നിന്റെ അസ്ഥി പോലും തിരികെ കിട്ടുന്നത് നിനക്കറിയാമോ? നിന്നെ എന്ത് ധൈര്യത്തിലാണ് മോനെ നീ ഈ മനുഷ്യന്റെ തോളിൽ ചുമന്ന് കയറിയത്? എന്ത് ധൈര്യത്തിലാ നീ ഇദ്ദേഹത്തിന്റെ ചുമലിലോട്ട് കയറിയത്?
ആ ചെറുപ്പക്കാരൻ തിരിച്ചോട്ട് പറഞ്ഞു, എൻ്റെ പൊന്നങ്ങളെ, നിങ്ങൾക്കറിയാമോ എൻ്റെ ധൈര്യം എന്തായിരുന്നെന്ന്? നിങ്ങൾക്കറിയാമോ ഈ സർക്കസുകാരൻ ആരാണെന്ന്? ഇവൻ എൻ്റെ അപ്പനാണ്. He is my father. ഇവൻ എൻ്റെ അപ്പനാണ്. ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ അപ്പൻ ഈ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ചാൽ ഞാൻ മരിക്കാൻ എൻ്റെ അപ്പൻ അനുവദിക്കില്ല. അവൻ ഇവിടെ തകരാൻ അവനെ അനുവദിച്ചാൽ ഞാൻ തകരാൻ എൻ്റെ അപ്പൻ അനുവദിക്കില്ല. ഈ വെള്ളച്ചാട്ടത്തിലെന്നല്ല, അവന്റെ ജീവൻ കൊടുത്തു എന്നെ സംരക്ഷിപ്പാൻ അവന് കഴിയുമെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി അതല്ലേ കാൽവരിയിൽ അവൻ നിനക്ക് വേണ്ടി ചെയ്തത്. നീ മരിച്ചതിന് പകരം, നീ മരിക്കേണ്ടതിന് പകരം, നിനക്ക് പകരം അവൻ കാൽവരിയിൽ മരിച്ചില്ലേ? ഇന്ന് രാത്രി അവൻ നിന്നെ പുത്രനാക്കി മാറ്റിയില്ലേ? അവൻ മരിച്ചാലും നീ മരിക്കരുതെന്ന് അവൻ ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ അവൻ കാൽവരിയിൽ മരിച്ചത്. ഇന്ന് രാത്രി കാൽവരിയിൽ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ എനിക്ക് നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലതും നിനക്ക് നൽകയില്ലയോ എന്ന് ചോദിച്ച അതേ ദൈവം ഇന്ന് രാത്രി പറയുന്നു, ഒരു പ്രശ്നത്തിനും ഒരു രോഗത്തിനും നിന്നെ വിട്ടുകൊടുക്കാം നിന്റെ ഡാഡി, നിന്റെ അപ്പൻ തയ്യാറല്ല. കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ചെന്നിരോ. നീ അവസാനിക്കുമെന്ന് ആരോ നിന്റെ ചെവിയിൽ പറഞ്ഞില്ലേ? നീ ഇവിടെ തീരുമെന്ന് ആരോ നിന്നോട് മന്ത്രിച്ചില്ലേ? ഈ രോഗത്തിൽ നീ മരിക്കുമെന്ന് ആരോ നിന്റെ ചെവിയിൽ മന്ത്രിച്ചില്ലേ? ഈ പ്രശ്നം കൊണ്ട് നീ അവസാനിക്കുമെന്ന് ആരോ നിന്റെ ചെവിയിൽ മന്ത്രിച്ചില്ലേ? നിന്റെ ശുശ്രൂഷ ഇവിടെ തീരുമെന്ന് ആരോ നിന്റെ ചെവിയിൽ മന്ത്രിച്ചില്ലേ? നിന്റെ പ്രാർത്ഥനാ ജീവിതം എന്നേക്കുമായി അവസാനിക്കുമെന്ന് ആരോ നിന്റെ ചെവിയിൽ മന്ത്രിച്ചില്ലേ? നീ ചിലപ്പോഴെങ്കിലും ആ ശബ്ദത്തെ വിശ്വസിച്ചില്ലേ? ഇന്ന് രാത്രി അറിയ്, അത് പിശാചിന്റെ കള്ളമായിരുന്നു. That was a lie of the devil. അത് പിശാചിന്റെ കള്ളമായിരുന്നു. ഇന്ന് രാത്രി പിശാചിന്റെ കള്ളങ്ങളെ അവിശ്വസിച്ചിട്ട് അതിനെ ദൂരെ മാറ്റി വെച്ചിട്ട് നിന്റെ അപ്പന്റെ വാക്ക് വിശ്വസിക്ക്. നിന്റെ അപ്പൻ പറയുന്നുണ്ട്, മോനെ, ഈ സൃഷ്ടി കാത്തിരിക്കുന്നത് നീ വെളിപ്പെട്ടു വരാനാണ്. ഈ സൃഷ്ടി കാത്തിരിക്കുന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക. ഈ തലമുറ കാത്തിരിക്കുന്നത്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ഒരു തലമുറ കാത്തിരിക്കുന്നത് നിന്റെ അകത്തുള്ള പുത്രത്തെ വെളിപ്പെട്ടു വരാൻ വേണ്ടിയാണ്. ആത്മഹത്യക്ക് തയ്യാറായ ഒരു തലമുറ കാത്തിരിക്കുന്നത് നിന്റെ അകത്തുള്ള പുത്രൻ. ഹല്ലേലൂയ. രാമൻ പറഞ്ഞു, നീ എഴുന്നേറ്റാൽ ഇന്ത്യ വിടുവിക്കപ്പെടും. രാമൻ പറ, നീ എഴുന്നേറ്റാൽ ഇന്ത്യ വിടുവിക്കപ്പെടും. നീ എഴുന്നേറ്റാൽ ആത്മഹത്യകൾ നിന്റെ ദേശത്തുണ്ടാകയില്ല. നീ നിന്റെ അകത്തുള്ള പുത്രൻ എഴുന്നേറ്റാൽ അപകട മരണങ്ങൾ നിന്റെ ദേശത്തുണ്ടാകയില്ല. അകത്തുള്ള പുത്രൻ എഴുന്നേറ്റാൽ അവൻ പകർച്ചവ്യാധികൾ അവൻ നിന്റെ ദേശത്തെ മൂടിക്കളയത്തില്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന പുത്രൻ എഴുന്നേറ്റാൽ ഈ പട്ടണത്തിൽ നീ പറയാതെ ഒന്നും നടക്കില്ല. കാരണം ഈ പ്രകൃതി പോലും കാത്തിരിക്കുന്നത് നിന്റെ അകത്തുള്ള പുത്രൻ വെളിപ്പെട്ടു വരാനാണ്. ഈ പ്രകൃതി പോലും കാത്തിരിക്കുന്നത് നീ എന്ന ദൈവത്തിന്റെ പുത്രൻ വെളിപ്പെട്ടു വരാനാണ്. ഈ പ്രകൃതി പോലും. ഈ RFL ചർച്ച് ഇവിടെ ഉള്ളപ്പം ഇവിടെ അപകടം അടക്കം നടക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയാൻ സഭയ്ക്ക് തന്റെ ഇടമുണ്ടോ? ഈ സഭ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ അവൻ മഹാവ്യാധികൾ ജനത്തെ കൊല്ലത്തില്ലെന്ന് ഞാൻ പ്രവചിച്ചാൽ ആമേൻ പറയാൻ തന്റെ ഇടമുണ്ടോ? ഈ ചർച്ച് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോ ഈ പട്ടണത്തിനകത്ത് സഭ പറയാതെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഇന്ന് രാത്രി കയറിക്കോ. ദൈവസഭ ഈ ദൂതിന്റെ അകത്തോട്ട് കയറിക്കോ. നിങ്ങൾ പറയാതെ ഈ പട്ടണത്തിൽ come on church. ഇത് നിന്റെ അധികാരമാണ്. ഇത് നിന്റെ ആധിപത്യമാണ്. ഇത് നിന്റെ അധികാരമാണ്. ഇത് നിന്റെ ഡൊമീനിയനാണ്.
ഹല്ലേലൂയ. സുദീർഘമായ വർഷങ്ങൾ, ദീർഘമായ 13 സംവത്സരങ്ങൾ ഒരു കാരാഗ്രഹത്തിനകത്ത് ഒരു വെളിച്ചത്തിന് വേണ്ടി കാത്തിരുന്നൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന്റെ പേരാണ് യോസഫ്. ദീർഘമായ 13 വർഷങ്ങൾ അവൻ ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവനൊരു പ്രതീക്ഷയുണ്ട്. ഒരു സ്വപ്നമാണ് അവനെ കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയത്. നിങ്ങൾക്ക് ആ കഥ അറിയാം. എന്നാൽ മറ്റൊരു സ്വപ്നം അവനെ പുറത്തെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ ദീർഘമായ 13 സംവത്സരങ്ങൾ ആ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. അവൻ്റെ അകത്ത് ദൈവം തുറന്ന ആ കൃപകളെ നഷ്ടപ്പെടുത്താതെ എപ്പോൾ സ്വപ്നം എന്ന് കേട്ടാൽ അവിടെ യോസഫ് ചാടി വീഴും. കാരണം അവൻ്റെ കൃപ അതായിരുന്നു, യോസഫിൻ്റെ കൃപ അതായിരുന്നു. അങ്ങനെ ദീർഘമായ 13 വർഷങ്ങൾ. ഞാനത് ചുരുക്കമായി പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ ദിവസവും അവൻ പ്രഭാതമാകുമ്പോൾ ഒരു പക്ഷേ അവൻ്റെ പ്രഭാത കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ കാരാഗ്രഹത്തിനകത്തേക്ക് ഒരു നേരിയ വെളിച്ചം വരും. എന്നാൽ ആ വെളിച്ചം ചില സെക്കൻഡുകൾ കഴിയുമ്പോൾ അവസാനിക്കും, അത് അടയപ്പെടും. അവൻ മനസ്സിലായി ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അവൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. അവൻ ചിന്തിച്ചു അടുത്ത വർഷം ശരിയാകുമായിരിക്കും. പക്ഷെ അടുത്ത വർഷവും നടന്നില്ല. അവൻ പിന്നെയും ചിന്തിച്ചു അടുത്ത വർഷം ശരിയാകുമായിരിക്കും, അടുത്ത വർഷവും നടന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് പോലെ 2020 നടക്കുമായിരിക്കും, നടന്നില്ല. 2020 ഡിസംബർ മാസം നമ്മൾ ചിന്തിക്കും 2021 നടക്കുമായിരിക്കും, 2021 നടന്നില്ല. അതിൻ്റെ ഈ ഡിസംബർ മാസം നമ്മൾ പറഞ്ഞു 2022 നടക്കുമായിരിക്കും, 2022 നടന്നില്ല. ഇങ്ങനെ ദീർഘമായ സംവത്സരങ്ങൾ ഒരു വെളിച്ചത്തെ പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തിരുന്നില്ലേ എന്നതുപോലെ യോസഫ് കാത്തിരിക്കുന്നു. അടുത്ത വർഷമെങ്കിലും, അടുത്ത വർഷമെങ്കിലും. അങ്ങനെ 13 വർഷങ്ങൾ കടന്നുപോയി. എല്ലാ ദിവസവും അവൻ പ്രഭാതത്തിൽ വരുന്ന ആ നേരിയ വെളിച്ചം അവൻ എന്നേക്കുമായി അവനെ പുറത്തെടുക്കാനുള്ള വെളിച്ചമായിരുന്നില്ല. അത് ചില മിനിറ്റുകൾ കഴിയുമ്പോൾ അവസാനിക്കുമായിരുന്നു. ആരോടോ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നു. ജീവിതത്തിൽ എവിടെയൊക്കെയോ പ്രതീക്ഷയുടെ നേരിയ കണങ്ങൾ വരുന്നു, എവിടെയൊക്കെയോ നടക്കുമെന്നൊരു സാധ്യത തോന്നുന്നു. എന്നാൽ പെട്ടെന്ന് ആ സാധ്യതകൾ അവസാനിക്കുന്നു, പെട്ടെന്ന് ആ നേരിയ വെളിച്ചം അവസാനിക്കുന്നു, പെട്ടെന്ന് ആ പ്രതീക്ഷകൾ അസ്തമിക്കുന്നു. ഇന്ന് രാത്രി ആരെങ്കിലും ആ അനുഭവത്തോടുകൂടെ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധയോടെ കേൾക്കണം. അങ്ങനെ ആ വെളിച്ചം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ 13 വർഷങ്ങൾ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ ഒരു പ്രഭാതത്തിൽ ഒരു നട്ടുച്ച സമയം, ഞാൻ ചിന്തിക്കുന്നു, എനിക്കറിയില്ല, ഒരു പക്ഷെ ഒരു നട്ടുച്ച സമയമായിരിക്കാം. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പതിവില്ലാത്ത സമയത്ത് ഒരു വെളിച്ചം ആ കാരാഗ്രഹത്തിലേക്ക് വരികയാണ്. അവനറിയാം ഈ സമയം സാധാരണ ഈ വെളിച്ചം വരാറില്ല. കാരണം ഒന്നുകിൽ പ്രഭാതത്തിൽ അല്ലെങ്കിൽ രാത്രിയിൽ മാത്രമായിരിക്കാം ഈ വെളിച്ചം വരുന്നത്. എന്നാൽ പതിവില്ലാത്ത സമയത്ത് ആ വെളിച്ചം അതിനകത്തേക്ക് കയറി വരുമ്പോൾ യോസഫിന് അറിയില്ലായിരുന്നു എന്നേക്കുമായി ആ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് അവനെ പുറത്തെടുക്കാൻ ദൈവം അയച്ച ഒരു വെളിച്ചമായിരുന്നു അതെന്ന്. ഇന്ന് രാത്രി വെളിച്ചത്തെ പ്രതീക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് രാത്രി വിശ്വസിക്ക്, എന്നേക്കുമായി നിന്റെ അന്ധകാരത്തെ അവസാനിപ്പിച്ച് നിത്യ വെളിച്ചത്തിലേക്ക് നിന്നെ പുറത്തെടുക്കാൻ ഒരു വെളിച്ചം വരികയോ? യേശുവേ, എൻ ജീവനേ, യേശുവേ, എൻ ജീവനേ, നീ ആ വെളിച്ചത്തിന് വേണ്ടിയാണോ കാത്തിരിക്കുന്നത്? അതൊരിക്കൽ നിന്നെ തേടി വരും. ആ വെളിച്ചം വന്നപ്പോൾ യോസഫ് നോക്കി, എന്താ സംഭവിക്കുന്നത്? ഇതാ ഒരു പടയാളി അകത്തോട്ട് വരുന്നു. അവൻ യോസഫിനോട് പറഞ്ഞു കാണും, എടാ മോനെ യോസഫേ, ഫറവോൻ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. സ്വപ്നമെന്ന് കേട്ടതും അവൻ ചാടി വീണു. നിങ്ങൾ ആ ഭാഗം 41-ാം അധ്യായം വായിക്കണം. He shaved himself. അവൻ അവനെ തന്നെ വൃത്തിയാക്കി, അവൻ അവനെ തന്നെ ഷേവ് ചെയ്തു. ഇനി കേൾക്കണം, ഇനി എന്നെ കേൾക്കണം. സാധാരണഗതിയിൽ ഫറവോൻ ഒരു തടവുകാരനെ പുറത്തെടുത്താൽ അതവനെ കൊല്ലാൻ വേണ്ടി മാത്രമാണ്.
എന്നെ കൂടെ ഉണ്ടോ? പതിവില്ലാത്ത സമയത്ത് ഒരു തടവുകാരൻ പുറത്തേക്ക് ഇറങ്ങിയാൽ അതിന്റെ അർത്ഥം അവന്റെ ജീവിതം അവസാനിപ്പിക്കുന്നു എന്നാണ്. എന്നാൽ ഇത് സഹതടവുകാർക്കെല്ലാം അറിയാം. എന്നാൽ ഇത് യോസഫ് പോയി അവനെ തന്നെ വൃത്തിയാക്കുന്നു. ആര് ചോദിക്കുന്നു, യോസഫേ നീ എന്നത്തിനാണ് സ്വയം ഷേവ് ചെയ്യുന്നത്? മരിക്കാനല്ലേടാ പോകുന്നത്? നീ എന്നത്തിനായി വൃത്തിയാക്കുന്നത്? യോസഫ് പറഞ്ഞുടാ മോനെ, നിനക്കൊരു കാര്യം അറിയത്തില്ല, നീ കേട്ടോ. അവൻ പറഞ്ഞത്, അവൻ ഫറവോൻ ഒരു സ്വപ്നം കണ്ടെന്നാണ്. ഫറവോൻ കണ്ടത് സ്വപ്നമാണെങ്കിൽ അത് വെറും സ്വപ്നമല്ല, അത് എനിക്കുള്ള വാതിലാണ്. ഫറവോൻ കണ്ടത് സ്വപ്നമാണെങ്കിൽ it is not a dream, അത് വെറും സ്വപ്നമല്ല, അതെന്നെ പുറത്തെടുക്കാനുള്ള ദൈവം തുറന്ന വാതിലോ. എന്നെ കേട്ടെ, എന്നെ ശ്രദ്ധയോടെ കേട്ടെ. ഈ ഫറവോന്റെ മുമ്പിലേക്ക് ഒരു തടവുകാരൻ പോയാൽ ചരിത്രത്തിൽ അവരുടെ നിയമം അനുസരിച്ച് അവൻ തല കുനിച്ചുകൊണ്ട് പോകണം. എന്നെ കേൾക്കുന്നുണ്ടോ? അവൻ തല കുനിച്ചുകൊണ്ട് പോകണം. ഫറവോന്റെ മുമ്പിൽ ആർക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റില്ല. അവന്റെ മന്ത്രിമാർ പോലും ഫറവോന്റെ കൊട്ടാരത്തിൽ തല കുനിച്ചു നിൽക്കും. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു ചെറുപ്പക്കാരൻ ആ കൊട്ടാരത്തിന്റെ അകത്തോട്ട് തല ഉയർത്തിക്കൊണ്ട് കയറി ചെല്ലുകയാണ്. അതിന്റെ അർത്ഥം, ഫറവോനെ നീ എന്ത് പറഞ്ഞാലും ഞാൻ വരാതെ നിന്റെ സ്വപ്നം വ്യാഖ്യാനപ്പെടത്തില്ല. എടാ, നിന്റെ പ്രതീക്ഷ, ഈ മിസ്രൈമിന്റെ പ്രതീക്ഷ ഇപ്പോൾ ഞാനാണ്. I am your hope. ഇപ്പം നിന്റെ പ്രതീക്ഷ ഞാൻ വരാതെ ഇവിടെ ഒന്നും നടക്കില്ല. ഞാനൊരു തമാശ പറയാം, എന്നെ കേൾക്കണേ. ഒരു തമാശ പറയാം. ഈ ഫറവോൻ നോക്കിയതിനേക്കാൾ, ഫറവോന്റെ കൊട്ടാരത്തിലെ മന്ത്രിമാർ നോക്കിയതിനേക്കാൾ അതിനകത്ത് യോസഫിനെ ഒരു പ്രതീക്ഷയെ കണ്ടത് ആരെന്നറിയാമോ? അവിടത്തുള്ള മന്ത്രവാദികളായിരുന്നു. അതൊക്കെ മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. ഈ കുറച്ചു മുമ്പ് ഫറവോൻ പറഞ്ഞായിരുന്നു മന്ത്രവാദികളെല്ലാം വിളിക്കാൻ. നീയൊക്കെ ഈ കാര്യം വ്യാഖ്യാനിച്ചില്ലെങ്കിൽ സ്വതവേ അവൻ രാജാവ് പറഞ്ഞത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രവാദികളുടെ തല വെട്ടും. ഹലോ, കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ചിന്തിക്കുന്നാലേ മനസ്സിലാക്കത്തുള്ളൂ. മന്ത്രവാദികളുടെ തല വെട്ടും. ഇത് ഈ യോസഫ് അവസാനത്തെ പ്രതീക്ഷയാണ്. യോസഫ് വന്ന് ഈ സ്വപ്നം വ്യാഖ്യാനിക്കാതിരുന്നാൽ ഇതിനകത്ത് നിൽക്കുന്ന സകല മന്ത്രവാദികളുടെ തല ഫറവോൻ വെട്ടും. അതുകൊണ്ട് ഈ മന്ത്രവാദി എടാ യോസഫേ, ഒരു കള്ളമെങ്കിലും പറഞ്ഞ് എങ്ങനെങ്കിലും ഈ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചേ പറ്റും. ഹലോ, നിനക്കെതിരായി നിൽക്കുന്നവർ പോലും നിന്നെ ഒരു പ്രതീക്ഷയായി, നിന്നെ കൊല്ലാൻ ഇഷ്ടപ്പെട്ടവരും നിന്നെ തകർക്കാൻ ഇഷ്ടപ്പെട്ടവരും നിന്നെ ഉടയ്ക്കാൻ ഇഷ്ടപ്പെട്ടവരും നിന്നെ ഒരു പ്രതീക്ഷയായി കാണുന്ന ഒരു സീസൺ വരികയാണ്. നീ പുത്രനായി എഴുന്നേറ്റാൽ, നിനക്ക് വിരോധമായി നിന്നവർക്കും നീ ഒരു പ്രതീക്ഷയാണ്. അവസാനിപ്പിക്കാം. 5 മിനിറ്റ് എനിക്കിത് പറഞ്ഞു തീർക്കണമെന്ന് ആഗ്രഹമുണ്ട്. 5 മിനിറ്റ്. ഫറവോന്റെ മുമ്പിൽ യോസഫ് എത്തി. ഞാനിപ്പോ ആ മന്ത്രവാദികളുടെ മുഖം കാണും, ദയനീയമായ മുഖം. യോസഫേ, പ്ലീസ് ഹെൽപ്പ് us, ദയവീത്. അവൻ തല ഉയർത്തി ഫറവോനോട് പറഞ്ഞു, പറ, സ്വപ്നം പറ. ഫറവോൻ സ്വപ്നം പറഞ്ഞു. യോസഫ് അതിനെ വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പം യോസഫ് പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: ഫറവോനെ, നിന്റെ ദേശത്തുണ്ടാകാൻ പോകുന്ന ക്ഷാമം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിന്റെ ദേശത്തിൽ നല്ല ജ്ഞാനമുള്ള, നല്ല ബുദ്ധിയുള്ള, നല്ല വിവരമുള്ള ഒരുത്തനെ കണ്ടെത്തി ഈ കൊട്ടാരത്തിൽ വിചാരകനാക്കണം. എൻ്റെ കൂടെ ഉണ്ടോ? യോസഫ് ഇങ്ങനെ പറഞ്ഞു നിർത്തി, നിനക്കിനി രക്ഷ ഉണ്ടാകണമെങ്കിൽ, മിസ്രൈം രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഫറവോനെ നീ പോലും ജീവനോടെ ഇരിക്കണമെങ്കിൽ നിന്റെ പട്ടണത്തിനകത്ത് അവൻ നല്ല ബുദ്ധിയും ജ്ഞാനവും വിവേകമുള്ള ഒരുത്തനെ കണ്ടെത്തി അവനെ കൊട്ടാരത്തിൻ്റെ വിചാരകനാക്കണം. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് യോസഫ് പോകാനൊരുങ്ങുമ്പം ഞാൻ ഇങ്ങനെ ആ സീൻ കാണുകയാണ്. ഫറവോൻ യോസഫിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ആ ദേശത്തിലെ മന്ത്രിമാർ യോസഫിന്റെ മുഖത്തേക്ക് നോക്കുന്നു.
മന്ത്രവാദികൾ യോസഫിന്റെ മുഖത്തേക്ക് നോക്കുന്നു. ആ നോട്ടത്തിന്റെ അർത്ഥം, മോനെ നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ പ്രതീക്ഷയില്ല. നീ പറഞ്ഞില്ലേ ബുദ്ധിയുള്ള ഒരുവനെ കണ്ടെത്താൻ, നീ അല്ലാതെ ഇപ്പോൾ ഞങ്ങൾക്ക്, യോസഫേ നീ അല്ലാതെ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ കാത്തിരിക്കുന്നു. നീ അറിയും, നീ അല്ലാതെ ഇനി ഈ പട്ടണത്തിന് വേറെ പ്രതീക്ഷയില്ലെന്ന്. ദൈവത്തിന്റെ പുത്രന്മാരല്ലാതെ ഇനി ഈ ദേശത്തിന് വേറെ പ്രതീക്ഷയില്ല. ഇന്ത്യക്ക് വേറെ പ്രതീക്ഷയില്ല. ഇന്ത്യയുടെ പ്രതീക്ഷ നീയാണ്. ഈ രാജ്യത്തിന്റെ പ്രതീക്ഷ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഈ പട്ടണത്തിന്റെ എല്ലാ കണ്ണുകളും അടയ്ക്കാം, എല്ലാ കണ്ണുകളും അടയ്ക്കാം. വേഗത്തിൽ ഇന്ന് രാത്രി ചാടി എഴുന്നേൽക്കാം. വേഗത്തിൽ ചാടി എഴുന്നേൽക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും. ഈ രാത്രി ആ പുത്രത്വത്തിന്റെ വെളിപ്പാട് അകത്ത് കത്തിയവരുണ്ടെങ്കിൽ, ഞാനാണ് ഈ പട്ടണത്തിന്റെ പ്രതീക്ഷ എന്ന് മനസ്സിലാക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ കണ്ണുകളടച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. നിന്റെ അകത്ത് ഇന്ന് രാത്രി വലിയൊരു അഗ്നി ഇറങ്ങാൻ പോകുകയാണ്. വലിയൊരു തീ ഇറങ്ങാൻ പോകുകയാണ്. വലിയൊരു ദൈവ മഹത്വം ഇറങ്ങാൻ പോകുകയാണ്. നിങ്ങളുടെ ഹിസ്റ്ററി അല്ല ദൈവത്തിന്റെ വിഷയം. ഇന്നലെ വരെ നീ ആരായിരുന്നു, എന്താ, ഇതൊന്നും അല്ല ദൈവത്തിന്റെ വിഷയം. നിനക്ക് ഇന്ന് മനസ്സിലായി, ഞാനാണ് ഈ പട്ടണത്തിന്റെ പ്രതീക്ഷയെന്ന്, ഇന്ത്യയുടെ പ്രതീക്ഷ ഞാനാണെന്ന്, തകർന്നു മുടഞ്ഞുകൊണ്ടിരിക്കുന്ന യുവജനതയുടെ പ്രതീക്ഷ ഞാനാണെന്ന്, മദ്യപാനത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന ഒരു തലമുറയുടെ പ്രതീക്ഷ ഞാനാണെന്ന് നിനക്ക് മനസ്സിലാകുന്നെങ്കിൽ, നിന്റെ കണ്ണടച്ചോ, അധരം തുറന്നോ, ഹൃദയം തുറന്ന് വിളിച്ചോ, പിതാവേ എൻ്റെ അകത്ത പുത്രത്വത്തെ നീ ഉറപ്പിച്ചു തരണമെന്ന്, ആ വെളിപ്പാടിനെ ഉറപ്പിച്ചു തരണമെന്ന്, എനിക്ക് ആ വെളിപ്പാടിൽ നിൽക്കാനുള്ള കൃപ തരണമെന്ന്, ആ അനോയിന്റിംഗ് എൻ്റെ അകത്ത് കൈമാറണമെന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു. കമാൺ, പ്രാർത്ഥിക്കുക. ഈ രാത്രി ആരുടെയൊക്കെ മേൽ ആ പുത്രത്വത്തിന്റെ ആത്മാവ് വന്നു വീഴാൻ പോകുകയാണ്. നിങ്ങൾക്ക് മറക്കാൻ കഴിയാത്ത രാത്രിയാക്കി ദൈവം ചിലർക്ക് ഈ രാത്രിയെ മാറ്റുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ പരിശുദ്ധാത്മാവ് ഈ രാത്രി കൈമാറാൻ പോകുകയാണ്. ചിലരുടെ അകത്ത് അഗ്നി വീഴുന്നത് നിങ്ങൾക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റും. കാലുകളിൽ അഗ്നി പിടിക്കുന്നത് പോലെ, നിങ്ങളുടെ കണ്ണുകളിൽ തീ പിടിക്കുന്നത് പോലെ, നിങ്ങളുടെ കൈകളിൽ തീ പിടിക്കുന്നത് പോലെ, ആത്മാവിൽ തീ പിടിക്കുന്നത് പോലെ, അസ്ഥിക്കകത്ത് തീ പിടിക്കുന്നത് പോലെ, ഇന്ന് രാത്രി ചിലതിന്റെ അകത്ത് ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നി, പുത്രത്വത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ചിലതിന്റെ മേൽ ദൈവം കൈമാറുകയാണ്. പ്രാപിച്ചോ. ചില മിനിറ്റുകളെല്ലാം മറന്നതിനെ പ്രതികരിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഈ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. ഈ അന്തരീക്ഷത്തിൽ എന്തും സംഭവിക്കാം. ഇത് പുത്രന്മാർ വെളിപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷമാണ്. ഈ അന്തരീക്ഷത്തിൽ ഏത് രോഗവും സൗഖ്യമാകും. മാതാവേ, നിന്റെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ സൗഖ്യമാകും. ഒരു വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. പ്രാസംഗികൻ നിനക്ക് വേണ്ടി ദൂത് പറയണമെന്നില്ല. പ്രാസംഗികൻ നിന്റെ തലയിൽ കൈവയ്ക്കണമെന്നില്ല. ഈ അന്തരീക്ഷത്തിനകത്ത് പ്രിയ സഹോദര, നീ എന്തും പറഞ്ഞാലും സംഭവിക്കും. കാരണം ഇത് പുത്രന്മാർ വെളിപ്പെട്ട് നിൽക്കുന്ന രാത്രിയാണ്. പുത്രനല്ല, പുത്രന്മാർ വെളിപ്പെട്ട് നിൽക്കുന്ന രാത്രി. പുത്രന്മാർ. ഇന്ന് രാത്രി എല്ലാ യൗവനക്കാരും പ്രാർത്ഥിച്ചോ. എല്ലാ യുവാക്കന്മാരും പ്രാർത്ഥിച്ചോ. എല്ലാ മാതാക്കന്മാരും നിങ്ങളുടെ ചെറുമക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. മോശെ 80-ാം വയസ്സിൽ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞെങ്കിൽ നിന്നെ ഈ പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ശമൂവേലിന്റെ ചെറുപ്രായത്തിൽ ദൈവത്തിന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ കുഞ്ഞുങ്ങളോട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. വിശ്വസിച്ച് അന്യഭാഷകൾ പ്രാപിച്ച അന്യഭാഷകൾ. അന്യഭാഷകളെ പ്രാർത്ഥിച്ചു. പിതാവേ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ എന്റെ അകത്ത് ശക്തമായി എനിക്കറിയാം. ഇന്ന് രാത്രി നിങ്ങൾ മടങ്ങുമ്പോൾ ആ ആത്മാവിനെ കയറി ചെയ്തുകൊണ്ട് മടങ്ങാൻ പോകുകയാണ്. ഈ രാത്രി നിങ്ങൾ മടങ്ങുമ്പോൾ നിങ്ങളുടെ കരം ഒരു പുത്രന്റെ കരമാകും. നിങ്ങളുടെ കണ്ണുകൾ പുത്രന്റെ കണ്ണുകളാകും. നിങ്ങളുടെ കാലുകൾ പുത്രന്റെ കാലുകളാകും. നിങ്ങളുടെ ചിന്തകൾ പുത്രന്റെ ചിന്തകളാകും. നിങ്ങളുടെ
പ്രോസസ്സിനെ പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ചിലരുടെ തോട്ട് പ്രോസസ്സിനെ പോലെ. Come on, take that glory of God. La kashata la taraba liya terasmiya tara liba hatal baba baba ya. Hey സൃഷ്ടി കാത്തിരിക്കുന്ന പുത്രൻ നീ തന്നെയാണ്. സൃഷ്ടി കാത്തിരിക്കുന്ന പുത്രൻ നീ തന്നെയാണ്. സൃഷ്ടി കാത്തിരിക്കുന്ന പുത്രൻ you are the word. അത് നീ തന്നെയാണ്. വിശ്വസിക്കുക. കരമടിക്കാൻ കഴിയുമെങ്കിൽ കരമടിച്ച് ഈ ദൂതനെ സ്വീകരിച്ചു. ആദരം തുറന്ന് ഈ ദൂതനെ സ്വീകരിച്ചു. അന്യഭാഷകൾ പറഞ്ഞ് ഹൃദയം തുറന്ന് ഇന്ന് രാത്രി ദൈവ ശബ്ദത്തെ സ്വീകരിക്കാൻ. Come on. Yes, Abba പിതാവേ, Abba പിതാവേ, നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം. നീക്കി അടിമയെന്ന നാമം പുത്രത്വത്തിന് അവകാശം. അബ്ബാ പിതാവേ, സന്തോഷത്തോടെ പാടിയേ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിന് അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ. പുത്രത്വത്തിന്റെ ആത്മാവിനെ നിന്റെ പരാജയത്തെ എന്നേക്കുമായി മാറ്റാം. ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ ഇന്ന് രാത്രി ദൈവ ചിലതിനകത്ത് കൈമാറുകയാണ്. കരമടിച്ച് അതിനെ തുറന്ന് അന്യഭാഷ